അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, 1857 വിപ്ലവം എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. ഏതാ? 1857 വിപ്ലവമാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചത്, ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിച്ചത് എന്തെന്നാ? ശിപ്പായി ലഹള എന്നാണ്. ശിപ്പായി ലഹള എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനായ കാരണങ്ങൾ ശരിക്കും എന്താണ്? ഈ സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിനെ ചൊല്ലിയിട്ടാണ് ഈ എന്തുണ്ടായിട്ടുള്ളത്? ഈ ലഹള ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ശിപ്പായി ലഹള എന്നുകൂടെ ഇത് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ട പോയിന്റ് ഇതാണ്. എന്നാണിത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്? എവിടെയാണ്? മീററ്റിലാണ്. 1857 മെയ് 10 വിത്ത് ഡേറ്റ് പഠിക്കണം. 1857 മെയ് 10 മീററ്റ്. ഇനി ഇതിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരാണ്? നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ. ഓക്കെ, ബഹദൂർ ഷയാണ്. ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്നൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ. ഓക്കെ, അപ്പോൾ ഈ കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനോട് കലാപത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ കലാപകാരികളുടെ സമ്മർദ്ദത്താൽ നേതൃത്വം ഏറ്റെടുത്ത ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട്, അതോർത്തിരിക്കണം, ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അതായത് ഷാഹിൻസ ഈ ഹിന്ദുസ്ഥാനായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ച ആരെയാ? ബഹദൂർ ഷാ രണ്ടാമനെയാണ്. അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി. ഇനി ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം കൊടുത്ത മുഗൾ ഭരണാധികാരിയുടെ സൈനിക ജനറൽ ആയിരുന്നു ബക്ത് ഖാൻ. ഓക്കെ, ബക്ത് ഖാൻ. ഓക്കെ, അപ്പോൾ അവിടെ പഠിക്കേണ്ടത് എന്താ? ഏത് ഡേറ്റ് ആണ്? 1857 മെയ് 10 മീററ്റിനാണ് ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനാണ് അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈനിക ജനറൽ ആയിരുന്നു ബക്ത് ഖാൻ. ഇനി ഈ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലമാണ് ഡൽഹി. പക്ഷെ ബ്രിട്ടീഷുകാർ വീണ്ടും ഈ ഡൽഹീനെ അവർ തിരിച്ച് പിടിക്കുകയുണ്ടായി. അപ്പം വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്തത് ഏതാ? ഡൽഹിയാണ്. അപ്പോൾ ഈ ഒരു ശിപ്പായി ലഹളയുടെ മുദ്ര, രഹസ്യ മുദ്ര എന്നറിയപ്പെടുന്നത് എന്താ? ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ചപ്പാത്തിയും ചുവന്ന താമരയുമാണ് ഇതിൻ്റെ രഹസ്യമുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ചപ്പാത്തി വിപ്ലവം എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷുകാർ ഇതിനെ വിശേഷിപ്പിച്ചത് ചെകുത്താൻ്റെ കാറ്റ്, ഡെവിൾസ് വിൻഡ് എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളതാണ്. ഏത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ശിപ്പായി ലഹള എന്നറിയപ്പെടുന്നു, ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നു. ബ്രിട്ടീഷുകാർ അതിനെ വിളിച്ചത് ചെകുത്താൻ്റെ കാറ്റ് അല്ലെങ്കിൽ ഡെവിൾസ് വിൻഡ് എന്നാണ്. ഇനി ഡൽഹിയിൽ ഇതിന് നേതൃത്വം നൽകിയത് ആരാ? ബക്ത് ഖാനാണ്. ഇനി ഇതിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തിയാണ് ബഹദൂർ ഷാ രണ്ടാമൻ. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം ഡൽഹിയാണ്. ഇതിൻ്റെ രഹസ്യമുദ്ര ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ഇത്രയും പഠിച്ചിരിക്കാം. ഇനി ഏറ്റവും കൂടുതൽ ഈ ഒരു വിപ്ലവം ഏറ്റവും കൂടുതൽ ഉണ്ടായ പ്രദേശം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. എന്നാൽ ഇത് അധികം വ്യാപിക്കാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബും ബോംബെയും മദ്രാസുമാണ് കേട്ടോ. പഞ്ചാബ്, ബോംബെ, മദ്രാസ്. അതിനൊന്നും അത് അത്ര എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പഞ്ചാബ്, ബോംബെ, മദ്രാസ്. ഇനി നമ്മൾ പറഞ്ഞു വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തു എന്ന്. പക്ഷേ ബ്രിട്ടീഷുകാർ വിപ്ലവകാരികളിൽ നിന്ന് തിരിച്ചു പിടിച്ച ആദ്യ പ്രദേശം ഏത് തന്നെയാണ്? ഡൽഹിയാണ്. വിപ്ലവകാരികൾ ഡൽഹി പിടിച്ചെടുത്തെങ്കിലും ബ്രിട്ടീഷുകാർ വീണ്ടും വന്ന് എന്താണ്? ഈ ഡൽഹി തിരിച്ചു പിടിച്ചു. അതായത് ഡൽഹിയിലെ വിപ്ലവം അവർ അടിച്ചമർത്തി. അപ്പോൾ ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാരനാണ് ആര്? ജോൺ നിക്കോൾസൺ. ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയിട്ട് ഡൽഹി വീണ്ടും വിപ്ലവകാരികളിൽ നിന്ന് ബ്രിട്ടീഷുകാർ തിരിച്ചു പിടിക്കുകയുണ്ടായി. അപ്പോൾ ഡൽഹിയിലെ വിപ്ലവം അടിച്ചമർത്തിയത് പഠിച്ചിരിക്കണം ജോൺ നിക്കോൾസൺ ആണ്. അദ്ദേഹമാണ് ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജോൺ നിക്കോൾസൺ ആണ്.
ജോൺസൺ. ഇനി ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടേക്കാണ്? ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് റങ്കൂണിലേക്കാണ്. റങ്കൂണിലേക്കാണ് ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത്. ഇനി ആദ്യത്തെ രക്തസാക്ഷി, ഈ വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെയാണ് ഇതിലെ ആദ്യ രക്തസാക്ഷി. ഇനി കാൺപൂരിൽ വിപ്ലവം നയിച്ചത് നമ്മൾ പറഞ്ഞു ഡൽഹിയിൽ ഭക്ത്ഖാനാണ്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. താന്തിയ തോപ്പി, നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ് കാൺപൂരിലെ വിപ്ലവം നയിച്ചത്. അപ്പോൾ ഈ നാനാ സാഹിബ് എന്ന് പറയുന്നതാണ് ഈ 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഈ നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം പഠിച്ചു വെക്കണം, ദോണ്ടു പന്ത് എന്നാണ്. ദോണ്ടു പന്ത് എന്നാണ് യഥാർത്ഥ നാമം. അതേപോലെ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താ ചോദിച്ചിട്ടുള്ളതാണ്, രാമചന്ദ്ര പാണ്ഡുരംഗ. രാമചന്ദ്ര പാണ്ഡുരംഗ. ഈ താന്തിയ തോപ്പി ആരായിരുന്നു? താന്തിയ തോപ്പി എന്ന് പറയുന്നത് നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ് താന്തിയ തോപ്പി. ഇവർ രണ്ടുപേരുമാണ് കാൺപൂരിലെ വിപ്ലവം നയിച്ചത്. അപ്പോൾ ഈ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. നാനാ സാഹിബിന്റെ ഒറിജിനൽ നെയിം ദോണ്ടു പന്ത് എന്നാണ്. താന്തിയ തോപ്പിയുടെ ആണെങ്കിലോ രാമചന്ദ്ര പാണ്ഡുരംഗ എന്നാണ്. ഇനി അതേപോലെ തന്നെ ഈ താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി, നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ് താന്തിയ തോപ്പി. പക്ഷെ താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ചോദിച്ചിട്ടുള്ളതാണ് ആരാണ്? കോളിൻ ക്യാമ്പൽ ആണ്. കോളിൻ ക്യാമ്പൽ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാ? നാനാ സാഹിബാണ് കേട്ടോ. നാനാ സാഹിബ് എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. ഇനി 1859 കലാപശേഷം ബ്രിട്ടീഷുകാരെ ഈ നാനാ സാഹിബിനെ നാടുകടത്തിയത് നേപ്പാളിലേക്കാണ്. നേപ്പാളിലേക്ക് നാടുകടത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത് എങ്ങോട്ടേക്കാണ്? റങ്കൂണിലേക്കാണ്. അത് പഠിച്ചിരിക്കണം. ഇത് നേപ്പാളിലേക്ക് നാടുകടത്തിയത് ആരാ? നാനാ സാഹിബാണ്. നാനാ സാഹിബിനെ നാടുകടത്തിയത് നേപ്പാളിലേക്കാണെന്നും കൂടെ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള താന്തിയ തോപ്പിയുടെ ഒറിജിനൽ നെയിം നമ്മൾ പഠിച്ചു. താന്തിയ തോപ്പി വധിക്കപ്പെട്ട വർഷം ഓർത്തിരിക്കുക, 1859 പരാജയപ്പെടുത്തിയത് കോളിൻ ക്യാമ്പലാണ്. വധിക്കപ്പെട്ടത് 1859 വധിക്കപ്പെട്ടത്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് കേട്ടോ താന്തിയ തോപ്പി. ഗൊറില്ല യുദ്ധമുറ ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗൊറില്ല യുദ്ധമുറ. അപ്പോൾ ഇത്രയെങ്കിലും ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഈ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തവരെ നമ്മൾ പറ്റി പഠിക്കണം. ഡൽഹിയിൽ നമ്മൾ പറഞ്ഞു ഭക്ത്ഖാനാണ്. അപ്പോൾ കാൺപൂരിൽ ആരൊക്കെയാണ്? നാനാ സാഹിബും താന്തിയ തോപ്പിയും. ഇവരുടെ രണ്ടുപേരുടെ ഒറിജിനൽ നെയിം പഠിച്ചു വെക്കണം. ദോണ്ടു പന്തും ഇത് രാമചന്ദ്ര പാണ്ഡുരംഗയും. താന്തിയ തോപ്പി ശരിക്കും ആരായിരുന്നു? നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തി ആരെ? കോളിൻ ക്യാമ്പിൽ. എന്നിട്ട് വധിച്ചത് 1859. ഇനി ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തിയാണ് താന്തിയ തോപ്പി. പിന്നെ ഇത് ഈ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. നേപ്പാളിലേക്കാണ് നാനാ സാഹിബിനെ നാടുകടത്തിയത്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? നാനാ സാഹിബ് തന്നെയാണ്. ഇനി ഝാൻസിയില് നേതൃത്വം കൊടുത്തത്, വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാ? ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ ഒറിജിനൽ നെയിം എന്താ? മണികർണിക. ഓക്കെ, മണികർണിക അല്ലെങ്കിൽ മനുബായ് എന്നൊക്കെയാണ് വിളിക്കുക. മനുബായ് അല്ലെങ്കിൽ മണികർണിക എന്നുള്ളതാണ് ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം. ഝാൻസിയിലെ വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ഝാൻസി റാണിയാണ്. ഇനി ഈ വിപ്ലവത്തിലെ 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണി അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട്, എന്താ? ചബേലി കേട്ടോ. ചബേലി എന്നറിയപ്പെടുന്ന വിപ്ലവകാരി കൂടിയാണ് ഝാൻസി റാണി. ഝാൻസി റാണി വധിച്ച വർഷം വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുള്ളതാണ് 1858 ജൂൺ 18. 1858 ജൂൺ 18 ആരാണ് വധിച്ചത്? ഹ്യൂഗ്രോസ് ആണ്. ഹ്യൂഗ്രോസ് ആണ് ഝാൻസി റാണിയെ വധിച്ചത്. അപ്പോൾ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതും ഹ്യൂഗ്രോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ്. എന്നാൽ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു ആണ്.
ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഝാൻസിയിൽ നേതൃത്വം വഹിച്ചത് ഝാൻസി റാണിയാണ്. മണികർണിക മനോഭായ് എന്നുള്ളതാണ് യഥാർത്ഥ നാമം. ചബേലി എന്ന് അറിയപ്പെടുന്നുണ്ട്. ജവാൻ ഓഫ് ആർക്ക്, വിപ്ലവത്തിലെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. വധിച്ചത് ഹ്യൂഗ്രോസ് ആണ് 1858 ജൂൺ 18. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ്രോസ് ആണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവുമാണ്. ഇനി കുതിരകൾ, ഝാൻസി റാണിയുടെ കുതിരകളാണ് ഏതൊക്കെ? ബാദലുണ്ട്, സാരംഗി, പവൻ. ഓക്കെ, ഇതിങ്ങനെ ചോദിക്കാറുള്ളതാണ് കേട്ടോ PSC. അപ്പോൾ ബാദൽ, സാരംഗി, പവൻ ഇത് പഠിച്ചു വെക്കണം. പക്ഷെ കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ബാദലാണ്. പിന്നെ സാരംഗിയും പവനും ഒക്കെ ഝാൻസി റാണിയുടെ കുതിരകൾ തന്നെയാണ്. ഇനി ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മഹാശ്വേതാ ദേവിയാണ് ക്യൂൻ ഓഫ് ഝാൻസി എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇനി ഈ ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്താണ് കേട്ടോ. തിരുവനന്തപുരത്താണ് ഏതുള്ളത്? ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉള്ളത്. ഇനി അതേപോലെ തന്നെ INA-യുടെ വനിതാ വിഭാഗം, INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് INA-യുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത്. അതും കൂടെ പഠിക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു കോളേജ്, ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്താണ്. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. മറ്റേ നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തും ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ്? അത് ചോദിച്ചിട്ടുള്ളതാണ്. ഗോളിയോറിലാണ് എന്തുള്ളത്? ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം അതും കൊണ്ടൊന്ന് പഠിച്ചു വയ്ക്കാം. ഇനി ഓരോ സ്ഥലങ്ങളും അവിടെ ഈ വിപ്ലവം നയിച്ചവരുടെ പേരാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാം പഠിച്ചു വെക്കണം. ബീഹാർ അല്ലെങ്കിൽ ആരയിൽ കൺവർ സിംഗ് ആണ്. ആസാമിലെ ദിവാൻ മണിറാം. മീററ്റ് കദം സിംഗ് ആണ്. ലക്നൗ, ആഗ്ര, ഔദില് ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ളയാണ്. ഇനി ബറേലിയിലെ ഖാൻ ബഹദൂർ ഖാനാണ്. മധുരയിലെ ദേവി സിംഗ്. ഹരിയാന റാവു തുലറാം ആണ്. അലഹബാദ് ലിയാഖത്ത് അലി. അപ്പോൾ ഇതിൽ ബീഹാർ ചോദിച്ചിട്ടുള്ളതാണ് ആരാണ്? കൺവർ സിംഗ് ആണ്. ലക്നൗ എപ്പോഴും ചോദിക്കുന്നതാണ്. ലക്നൗവിൽ ആരാണ്? ബീഗം ഹസ്രത്ത് മഹലാണ്. ഫൈസാബാദ് ചോദിക്കാറുണ്ട്, മൗലവി അഹമ്മദുള്ളയാണ്. അതേപോലെ തന്നെ ഹരിയാന റാവു തുലറാം ഇതൊക്കെ പണ്ട് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും കൂടെ പഠിക്കുക. ബറേലിയിൽ ഖാൻ ബഹദൂർ ഖാനാണ്, ഇത് ചോദിച്ചിട്ടുണ്ട്. ബറേലി ഖാൻ ബഹദൂർ ഖാൻ. മധുര ദേവി സിംഗ്. അലഹബാദിലെ ലിയാഖത്ത് അലി. മീററ്റ് കദം സിംഗ്. ആസാമിലെ ദിവാൻ മണിറാം. ഇനി എന്തുകൊണ്ടായിരിക്കാം ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത്? അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലുള്ള പരാജയത്തിനുള്ള കാരണങ്ങൾ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വന്നാൽ എഴുതണം, ടെക്സ്റ്റിലുള്ളതാണ്. എന്താണ്? ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇനി കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്കുണ്ടായിരുന്നു. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘാടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്ക് ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. അതേപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. കമ്പനിക്കാണ് പിന്തുണ നൽകിയിരുന്നത്. അപ്പോൾ ഈ ഓരോ പോയിന്റും നിങ്ങൾ ജസ്റ്റ് ആ കീവേഡ് വെച്ചൊന്ന് ഓർത്തിരിക്കുക, കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. ഓക്കെ. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത്. അപ്പോൾ ഇത് രൂപീകരിച്ചത് ആരാണ്? A.O. ഹ്യൂമാണ്.
ഓക്കെ, A.O. ഹ്യൂം ചോദിച്ചിട്ടുള്ള അതിൻ്റെ സ്ഥാപകൻ A.O. ഹ്യൂമാണ്. അപ്പോൾ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡിസംബർ 28 ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 72 പേർ ഒത്തുകൂടിയിരുന്നു. അപ്പോൾ INCയുടെ ആദ്യ സമ്മേളനം നടന്നാൽ ചോദിക്കണേ, ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. എത്ര പേര് പങ്കെടുത്തു? 72 പേര് പങ്കെടുത്തു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 72 പേരാണ് പങ്കെടുത്തത്. ചോദിച്ചിട്ടുണ്ട് എത്ര പേരാന്നുള്ളത്. ഇനി അവർ പല വേഷക്കാരും പല മതക്കാരും പല ഭാഷക്കാരുമായിരുന്നു. ഇനി ഇതിൻ്റെ അധ്യക്ഷൻ, ഈ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനെ പഠിച്ചു വയ്ക്കുക, WC ബാനർജിയാണ്. WC ബാനർജിയാണ് ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അപ്പോൾ INC രൂപീകരിച്ചത് 1885 ഡിസംബർ 28 ആദ്യ സമ്മേളനം. എവിടെയായിരുന്നു? ബോംബെയിലെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. 72 പേരാണ് പങ്കെടുത്തത്. അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് A.O. ഹ്യൂമുമായിരുന്നു. ഇനി ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലെ സൗഹൃദബോധം വളർത്തുക. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബോധം വളർത്തുക. അതുപോലെ തന്നെ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയ ബോധം വളർത്തുക. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തുക. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇതേ ഈ വാക്കുകൾ പഠിച്ചു വയ്ക്കുക. ഇങ്ങനത്തെയൊക്കെ ചോദിക്കാറുണ്ട് കൊട്ടേഷൻസ് ഒക്കെ. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാകണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാ? WC ബാനർജിയാണ്. INCയുടെ ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിട്ടുള്ള WC ബാനർജിയുടെ വാക്കുകളാണ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ബംഗാൾ വിഭജനം. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ബംഗാൾ വിഭജനം നടന്നത് 1905 ജൂലൈ 20 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജിക്കപ്പെട്ടത്. എന്നാൽ ഈ ബംഗാളിനെ പറ്റിയിട്ട്, ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നതാണ് എന്ത്? ബംഗാൾ. അപ്പോൾ ബംഗാളിനെ വിഭജിച്ചത് 1905 ജൂലൈ 20 അതായത് വിഭജനം പ്രഖ്യാപിച്ച വർഷമാണ് കേട്ടോ. അതായത് പ്രഖ്യാപിച്ച വർഷമാണ്. അപ്പോൾ ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരാ? കഴ്സൺ പ്രഭുവാണ്. ഇനി ബംഗാൾ വിഭജനം നിലവിൽ വന്നത്, ഇത് രണ്ടും പഠിക്കണം, ചോദിച്ചിട്ടുള്ളതാണ്. വിത്ത് ഡേറ്റ് പഠിക്കണം. 1905 വർഷം. ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചു. അത് നിലവിൽ വന്നത് ഒക്ടോബർ 16 അത് നിലവിൽ വന്നത്. അപ്പോൾ ദേശീയ വിലാപ ദിനം കണ്ടോ, ദേശീയ വിലാപ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 16 ദേശീയ വിലാപ ദിനം. അപ്പോൾ ഈ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു കേട്ടോ. ഈ സമയത്ത് പ്രഖ്യാപിച്ച വൈസ്രോയിയാണ് കഴ്സൺ പ്രഭു. എന്നാൽ നിലവിൽ വരുമ്പോഴുള്ള വൈസ്രോയി ആരായിരുന്നു? നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻറ്റോ ആയിരുന്നു. മിൻറ്റോ സെക്കൻഡ് ആയിരുന്നു നിലവിൽ വരുമ്പോൾ. പ്രഖ്യാപിച്ച വർഷവും ആ സമയത്തെ വൈസ്രോയുമാണ് ഇത് നിലവിൽ വന്ന വർഷവും, അതായത് വർഷം വിത്ത് ഡേറ്റും അവിടെ സമയത്തെ വൈസ്രോയുമാണ് ഇത്. ഓക്കെ. ഇനി ബംഗാൾ വിഭജന സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? INC പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ആ സമയത്തെ INC പ്രസിഡന്റ്. നിങ്ങളെ ഓർത്തിരിക്കുക. ഇനി ഈ ബംഗാൾ വിഭജനം നടന്നപ്പോൾ ആ വിഭജനത്തിനെതിരായിട്ട് ജനങ്ങൾ പ്രതികരിച്ചത് എങ്ങനെയാ? പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു. അതേപോലെ സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു. ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ ഇതിലെ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെയാണ് ജനങ്ങൾ ചെയ്തത്? പ്രതിഷേധ യോഗങ്ങൾ അവർ സംഘടിപ്പിച്ചു. വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടയൊക്കെ ഉപരോധിച്ചു. വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് കത്തിച്ചു. ഇനി സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിനെ പ്രേരിപ്പിച്ചു. അതേപോലെ ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇനി ഈ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും, ബംഗാളിനെ രണ്ടായി വിഭജിച്ചല്ലോ. അപ്പോൾ ഈ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ രണ്ടറകളാണ്.
ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലഭൂയിഷ്ടമാക്കുന്നതുമായ 2 അറകളാണിത്. ഈ അറകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. അതായത് പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. അപ്പോൾ ആ വേർഡുകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹൃദയത്തിന്റെ 2 അറകളാണ്. അതിലൂടെ ഒഴുകുന്ന രക്തമാണ് എന്ത്? ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ഇങ്ങനെ അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ടാഗോർ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ വേർഡ്സ് തന്നിട്ട്. ഓക്കെ, അപ്പോൾ പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകൾ പോലെയാണ്. അപ്പോൾ ഇതിലൂടെ ഒഴുകുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാ? ടാഗോർ ആണ്. അപ്പോൾ ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വ്യക്തി, റദ്ദ് ചെയ്തത് 1911 ആ വൈസ്രോയി ഏതാ? ഹാർഡിഞ്ച് ആണ് കേട്ടോ. ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. അപ്പോൾ എല്ലാ വൈസ്രോയികളെയും ഓർത്ത് വയ്ക്കണം. പ്രഖ്യാപിച്ച സമയത്തും നിലവിൽ വന്ന സമയത്തും റദ്ദ് ചെയ്ത സമയത്തുമുള്ള വൈസ്രോയികളെ ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത് ടാഗോറാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ടാഗോർ ഈ ഒക്ടോബർ 16 ഉണ്ടല്ലോ, അത് നിലവിൽ വന്ന ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാനായിട്ട് പറഞ്ഞു. രക്ഷാബന്ധൻ ദിനം ഇതും ചോദിച്ചിട്ടുള്ളതാണ്. രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ഒക്ടോബർ 16 അത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ ഒക്ടോബർ 16 രക്ഷാബന്ധൻ ദിനമായിട്ട് ആചരിക്കാനായിട്ട് ആഹ്വാനം ചെയ്തു. ആ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി സ്വദേശി പ്രസ്ഥാനം. സ്വദേശി പ്രസ്ഥാനം 1905 ആരംഭിച്ചത് കേട്ടോ. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ്? 1905. ഇനി അതിൽ നമ്മളോട് ചോദിക്കാറുള്ളത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ആരാണ്? VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ള. ഓക്കെ, VO ചിദംബരം പിള്ളയാണ് എന്ത്? സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി, തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയും VO ചിദംബരം പിള്ളയാണ്. VO ചിദംബരം പിള്ളയാണ് തമിഴ്നാട്ടിലെ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത്, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ആരാ? VO ചിദംബരം പിള്ളയാണ്. ഇനി ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ. ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ആരംഭിച്ച അല്ലെങ്കിൽ സ്ഥാപിച്ചത് ആരാണ്? പ്രഫുല്ല ചന്ദ്ര റായാണ്. പ്രഫുല്ല ചന്ദ്ര റായാണ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ ആരംഭിച്ചത്. ഇനി സ്വദേശി സമരകാലത്ത് ഭാരത് മാത എന്ന ചിത്രം ഇത് ചോദിച്ചിട്ടുണ്ട്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോറാണ്. അഭനീന്ദ്രനാഥ ടാഗോറാണ് സ്വദേശി സമരകാലത്ത് ഭാരത് മാത എന്ന ചിത്രം വരച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി സ്വദേശി മിത്രം എന്ന് പറയുന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരായിരുന്നു? G. സുബ്രഹ്മണ്യ അയ്യറാണ്. സുബ്രഹ്മണ്യ അയ്യറാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി സൂററ്റ് പിളർപ്പ്. 1907 സൂററ്റ് പിളർപ്പ്. അതൊന്നുമില്ല, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടല്ലോ, അത് മിതവാദികളും തീവ്രവാദികളും എന്ന് പറഞ്ഞ് പിളർന്ന സംഭവം, പിരിഞ്ഞു. മിതവാദികളായിട്ടും തീവ്രവാദികളായിട്ടും. മിതവാദികളെന്നും അതുപോലെ തന്നെ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായിട്ട് പിളർന്ന ആ ഒരു INC സമ്മേളനമാണ് 1907. അതിൻ്റെ അധ്യക്ഷനാരായിരുന്നു? റാഷ് ബിഹാരി ഘോഷായിരുന്നു. ഈ സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷായിരുന്നു. അപ്പം മിതവാദികളിലും തീവ്രവാദികളിലും ഉൾപ്പെടുന്ന നേതാക്കളുടെ പേര് ചോദിക്കാറുണ്ട്. തീവ്രവാദികളുടെ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ആരൊക്കെയാണ്? ലാൽ, ബാൽ, പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ലാലാ ലജ്പത് റായ് ആണ്. ഇതാണെങ്കിൽ ബാലഗംഗാധര തിലകനാണ്. പാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിപിൻ ചന്ദ്രപാലാണ്. ഇത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാലാണ്. ഇനി മിതവാദികളിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാ? ദാദാഭായ് നവറോജി. പിന്നെ ആരാണുള്ളത്? ഫിറോസ് ഷാ അതേപോലെ തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട്. പിന്നെ ബദറുദ്ദീൻ തിയാബ്ജി.
ബദറുദ്ദീൻ തിയാബ്ജി. ഈ പേരുകൾ നോട്ട് ചെയ്യുക, കാരണം അത് ചോദിക്കാറുണ്ട്. താഴെ തന്നിട്ടുള്ള തീവ്രവാദികളിൽ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ മിതവാദികളിൽ ഉൾപ്പെടാത്തത് ചോദിക്കുന്നതാണ്. അപ്പോൾ മിതവാദികൾ ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി ഒക്കെയാണ്. തീവ്രവാദികളിൽ ഉൾപ്പെടുന്നവരാണ് ലാലാ ലജ്പത് റായും ബാലഗംഗാധര തിലകനും ബിപിൻ ചന്ദ്രപാലും. അപ്പോൾ ഇവരിങ്ങനെ പിളർന്നത്, ഇങ്ങനെ രണ്ടായി കോൺഗ്രസ് പിളർന്നത് 1907 അതിന്റെ പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. ഇനി ഇവർ വീണ്ടും ഒന്നിച്ചു. പിളർന്ന ഈ കോൺഗ്രസ് വീണ്ടും ഒന്നിച്ചത് 1916 ലക്നൗ സമ്മേളനത്തിലാണ്. 1916 ലക്നൗ സമ്മേളനത്തിലുമാണ്. ഇനി ചോദിക്കാറുള്ളതാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് 1906 അതിന് വേദിയായിട്ടുള്ള നഗരം ആണ് ധാക്ക. ധാക്കയിലാണ് രൂപീകരിച്ചത്. ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ധാക്ക 1906. അപ്പോൾ അതിലുള്ള നേതാക്കൾ ആരൊക്കെയായിരുന്നു? ഇതിനുള്ളിലുണ്ടായിരുന്ന നേതാക്കളുടെ പേരാണ് ആഗാ ഖാൻ, നവാബ് സലീമുള്ള, മുഹ്സിൻ ഉൽ ഹക്ക്. ആഗാ ഖാൻ, നവാബ് സലീമുള്ള, മുഹ്സിൻ ഉൽ ഹക്ക്. ഓക്കെ. ഇനി ഗദ്ദാർ പാർട്ടിയാണ്. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് 1913 1913 ഇത് രൂപീകൃതമായത്. അതിന്റെ ആസ്ഥാനം എവിടെയാണ്? USA സാൻ ഫ്രാൻസിസ്കോയിലാണ് കേട്ടോ. സാൻ ഫ്രാൻസിസ്കോ USA സാൻ ഫ്രാൻസിസ്കോയാണ് ഇതിന്റെ ആസ്ഥാനം. ഇതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? പ്രസിഡന്റ് സോഹൻ സിംഗ് ബക്കനെ ആയിരുന്നു. സോഹൻ സിംഗ് ബക്കനെ ആയിരുന്നു ഇതിന്റെ പ്രസിഡന്റ്. സെക്രട്ടറി ലാലാ ഹർദയാലാണ് സെക്രട്ടറി. ഇനി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്, അപ്പോൾ ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്, പഠിച്ചു വയ്ക്കുക. ഇനി ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് 1916 1916 ഹോം റൂൾ പ്രസ്ഥാനം. ഇനി ഇതിന്റെ നേതാക്കൾ, ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ രൂപീകൃതമായിട്ടുള്ള ഹോം റൂൾ പ്രസ്ഥാനം. ശരിക്കും ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, ഹോം റൂൾ പ്രസ്ഥാനം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്ന രാജ്യം അയർലാൻഡ് ആണ് കേട്ടോ. ഹോം റൂൾ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന അയർലാൻഡാണ്. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇന്ത്യയിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. രണ്ട് നേതാക്കളാണ്. ആരൊക്കെയാണ്? ബാലഗംഗാധര തിലകനും അതുപോലെ തന്നെ ആനി ബസന്റും. ഓക്കെ, ആനി ബസന്റ്. അപ്പോൾ ആ ബാലഗംഗാധര തിലകൻ പൂനെ കേന്ദ്രീകരിച്ചിട്ടാണ്, അതായത് മഹാരാഷ്ട്രയിലെ പൂനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ആനി ബസന്റ് അടയാറിലാണ്. ആനി ബസന്റ് അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഇനി ആനി ബസന്റ് എന്ന് വെച്ചാൽ ഐറിഷ് വനിതയാണ്, പക്ഷെ 1893 ഇന്ത്യൻ പൗരത്വം നേടി. ഓക്കെ, 1993 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആര്? ആനി ബസന്റ്. അതും കൂടെ ഓർത്തിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഹോം റൂൾ പ്രസ്ഥാനം വന്ന വർഷം 1916. അതിൽ രണ്ട് നേതാക്കൾ, അവർ ഏതൊക്കെ റീജിയൻ ആണ് എന്നുള്ളത് നോക്കണം. പിന്നെ ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത് 1893. ഇനി നമുക്ക് പറയാനുള്ളത് 1917 ശേഷമുള്ള ഗാന്ധിജിയുടെ സമരങ്ങളെ പറ്റിയിട്ടാണ്. 1917 എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ചമ്പാരൻ സത്യാഗ്രഹം, മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം. അത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. എവിടെയാണ് നടന്നിട്ടുള്ളത്? ബീഹാറിലാണ്. വർഷം എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നടന്നിട്ടുള്ളത്? ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകൾക്കെതിരെ നടന്നിട്ടുള്ളതാണ്. ചമ്പാരനിലെ നീലം കർഷകർക്ക് വേണ്ടി നടന്നിട്ടുള്ള സമരമാണ് ചമ്പാരൻ സമരം. അപ്പോൾ ഈ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തി ആരാണ്? അത് ടെക്സ്റ്റിലുള്ള പോയിന്റാണ്, അതുകൊണ്ട് പഠിച്ചു വയ്ക്കുക. ഈ ചമ്പാരനിലെ നീലം കർഷകരുടെ കഷ്ടപ്പാടുകളെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ വ്യക്തിയാണ് രാജ്കുമാർ ശുക്ല. ടെക്സ്റ്റിലുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ 1916 INC സമ്മേളനം, 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ചു. അപ്പോൾ ഈ നീലം കർഷകരുടെ പ്രശ്നങ്ങൾ ഗാന്ധിജിയോട് പറഞ്ഞത് ആരാ? രാജ്കുമാർ ശുക്ലയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് 1916 INCയിലെ ലക്നൗ സമ്മേളനത്തിൽ ഈ നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ആര്?
ബ്രിജ് ബാബു കിഷോർ, ഇതും ടെക്സ്റ്റിലുണ്ട് കേട്ടോ. ബ്രിജ് ബാബു കിഷോർ പ്രസാദ് ആണ്, ബ്രിജ് ബാബു കിഷോർ പ്രസാദ്. അപ്പോൾ ആ വാക്കും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ടെക്സ്റ്റിലുള്ളത് കൊണ്ട് ആ പേരുകളൊന്ന് പഠിക്കാം. ഇനി അടുത്തതാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം. അപ്പോൾ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം എന്ന് പറയുന്നത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം, ഇതെന്താണ്? നിരാഹാര സമരമാണ്. നിരാഹാര സമരം, ആദ്യത്തെ നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദിലെ തുണിമിൽ സമരമാണ്. അപ്പോൾ അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? അതായത് തൊഴിലാളികൾക്ക്, അഹമ്മദാബാദിലെ തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള സത്യാഗ്രഹ നിരാഹാരമാണത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട്, അത് പഠിക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് തൊഴിലാളികൾക്ക് ആവശ്യപ്പെട്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചതാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വർഷം പഠിച്ചു വയ്ക്കുക, ഏതാണ്? 1918 ഗുജറാത്തിലാണ് നടന്നിട്ടുള്ളത്. ആദ്യത്തെ നിരാഹാര സമരവുമാണ്. ഇനി ഖേദ സത്യാഗ്രഹം 1918 ഗുജറാത്തിലാണ്. ഖേദ സത്യാഗ്രഹം 1918 ഗുജറാത്തിലാണ്. കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സമരമാണ്, കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ച പ്രധാന നേതാക്കളാണ് സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും. അതായത് ഈ ഖേദയിലെ കർഷക സമരം, അതിൽ ഗാന്ധിജിയെ സഹായിച്ചിട്ടുള്ള ആളാണ് കേട്ടോ പട്ടേല്, സർദാർ വല്ലഭായ് പട്ടേൽ. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ചമ്പാരൻ സത്യാഗ്രഹത്തിൽ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഇവരുടെ പേര് രാജകുമാർ ശുക്ല, അതുപോലെ ബ്രിജ് ബാബു കിഷോർ പ്രസാദ്, അവരുടെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരനും ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് തുണിമിൽ സമരവുമാണ്. അതിൻ്റെ വർഷവും ഏത് സംസ്ഥാനത്താണ് നടന്നിട്ടുള്ളതെന്നും ഓർത്തിരിക്കുക. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം, അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1919. അതിൻ്റെ നേതാക്കൾ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആരൊക്കെയാ നേതാക്കൾ? മൗലാന മുഹമ്മദ് അലിയും അതേപോലെ തന്നെ മൗലാന ഷൗക്കത്ത് അലി സഹോദരന്മാർ ഷൗക്കത്ത് അലിയും ചേർന്നിട്ടാണ് ഇത് രൂപീകരിച്ചത്. അപ്പോൾ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപീകരിച്ചത് 1919. ഇനി ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആരാ? ഗാന്ധിജിയാണ് ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ഗാന്ധിജിയാണ്. ഇനി ഈ ഖിലാഫത്ത് സമരവുമായിട്ട് അല്ലെങ്കിൽ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നിട്ടുള്ളതാണ് എന്ത്? മലബാർ കലാപം. ഓക്കെ, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം. അറിയാമോ നമുക്ക്? 1921. ഇനി അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായിട്ട് ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കാൻ ഖിലാഫത്ത് കോൺഫറൻസ് തീരുമാനിച്ചത് 1919 ഒക്ടോബർ 17. ഇനി അടുത്തതാണ് റൗലറ്റ് ആക്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൗലറ്റ് ആക്ട് ഏത് വർഷമാണ്? 1919. എന്താണ് ഈ റൗലറ്റ് ആക്ട്? ഈ സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു നിയമമാണ് സിഡ്നി റൗലറ്റിന്റെ കേട്ടോ. സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള നിയമമാണ് റൗലറ്റ് നിയമം. ഈ നിയമം എന്താ പറയുന്നത്? ഈ നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. അപ്പോൾ അന്നുണ്ടായിരുന്നാണ് ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. അതുപോലെ ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം നൽകിയ നിയമമാണ് ഏത്? ഈ റൗലറ്റ് നിയമം എന്നുള്ളത്. അപ്പോൾ ഗാന്ധിജി കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് റൗലറ്റ് നിയമത്തെയാണ്. അതേപോലെ തന്നെ ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള നിയമം ഏതാ? റൗലറ്റ് നിയമമാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ ഈ റൗലറ്റ് നിയമത്തെ പിന്തുണച്ച ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ.
റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച അല്ലെങ്കിൽ പിന്തുണച്ച ഇന്ത്യക്കാരൻ ആരാണ്? സി ശങ്കരൻ നായരാണ്. സി ശങ്കരൻ നായരാണ്. അങ്ങനെ എന്താണ്, ഈ റൗലറ്റ് ആക്ടിനെതിരായിട്ട് ദേശീയ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. റൗലറ്റ് നിയമത്തിനെതിരായിട്ട് ദേശീയ വ്യാപകമായി ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6-നാണ്. 1919 ഏപ്രിൽ 6-ന്. ഈ ഹർത്താലിനെ നമ്മൾ വിളിക്കുന്നത് എന്താ? റൗലറ്റ് സത്യാഗ്രഹം എന്നാണ്. ഈ ഹർത്താലിനെ നമ്മൾ വിളിക്കുന്നത് റൗലറ്റ് സത്യാഗ്രഹം എന്നാണ്. അപ്പോൾ ഈ റൗലറ്റ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്? ഏതൊരു പൗരനെയും അറസ്റ്റ് ചെയ്തിട്ട് വിചാരണ കൂടാതെ ജയിലിലടയ്ക്കാം. അതുപോലെ തന്നെ ഏത് സമയത്തും എവിടെയും പരിശോധന നടത്താനും തടങ്കലിൽ വെക്കാനും ബ്രിട്ടീഷ് പോലീസിന് അധികാരം നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം. 1919 സിഡ്നി റൗലറ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാസ്സാക്കപ്പെട്ട നിയമമാണിത്. അപ്പോൾ ഇതിനെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അതിനെതിരായിട്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6-നാണ്. ഇതിനെ അനുകൂലിച്ച ഇന്ത്യക്കാരനാണ് സി ശങ്കരൻ നായർ. ഇനി റൗലറ്റ് നിയമം എന്തിനു കാരണമായി? ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായി. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല. വർഷം വിത്ത് ഡേറ്റ് പഠിക്കണം. 1919 ഏപ്രിൽ 13-നാണ്. 1919 ഏപ്രിൽ 13-നാണ്. അതായത് ഇപ്പോൾ ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞു. റൗലറ്റ് നിയമത്തിനെതിരായിട്ട് ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ ആ ഹർത്താലിന് നേതൃത്വം നൽകിയത്, ആ ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന പ്രതിഷേധ റാലിക്ക് നേതൃത്വം നൽകിയവരാണ് സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലിയും. ഓക്കെ, ഹർത്താലിന് നേതൃത്വം നൽകിയവര്, അതായത് ഹർത്താലിനോടനുബന്ധിച്ചുള്ള ആ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ് ആരൊക്കെ? സത്യപാലും സെയ്ഫുദ്ദീൻ കിച്ലിയും. അപ്പോൾ അവരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു. 1919 ഏപ്രിൽ 10-ന് ഇവരെ അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഏപ്രിൽ 10-ന് ഇവരെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ പ്രതിഷേധിച്ചിട്ട് ഒരു ജനക്കൂട്ടം അവിടെ എന്തുണ്ടായി? 1919 ഏപ്രിൽ 10-ന് ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിനെ തുടർന്ന് അക്രമാസക്തരായിട്ടുള്ള ജനക്കൂട്ടം അമൃത്സറിലെ ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ നശിപ്പിച്ചു. അതിനുശേഷം ഈ 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻവാലാബാഗിൽ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. അതിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു. അപ്പോൾ ആ യോഗത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? വെടിവെപ്പിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥനാണ് മൈക്കിൾ ഒ ഡയർ. ഓക്കെ, അതായത് ഈ ജാലിയൻവാലാബാഗിന് സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് കേട്ടോ. വെടിവെക്കാൻ അനുമതി നൽകിയത്, വെടിവെക്കാനുള്ള അനുമതി നൽകിയ വ്യക്തി. അപ്പോൾ അതായത് ഒരു ജനക്കൂട്ടം 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻവാലാബാഗിൽ ഒരു പൊതുയോഗത്തിനായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെതിരെ വെടിവെക്കാനായിട്ട് ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ, ഉത്തരവിട്ട ഉദ്യോഗസ്ഥൻ ജനറൽ ഡയർ ആണ്. എന്നാൽ അതിന് അനുമതി നൽകിയത് മൈക്കിൾ ഒ ഡയറുമാണ്. അപ്പോൾ ജനറൽ ഡയർ അവർക്കെതിരെ വെടിവെക്കാനായിട്ട് പറഞ്ഞു. അതിന് അനുമതി നൽകിയ ആളാണ് മൈക്കിൾ ഒ ഡയർ. അപ്പോൾ അതിൽ ഒരുപാട് പേര് മരണം ഉണ്ടായി, ഒരുപാട് പേര് കൊല്ലപ്പെട്ടു അവിടെ. അപ്പോൾ ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ച വിപ്ലവകാരിയാണ് ആര്? ഉദ്ധം സിംഗ്. മൈക്കിൾ ഒ ഡയറിനെ ഉദ്ധം സിംഗ് വധിച്ചു. അപ്പോൾ ആ ഉദ്ധം സിംഗിനെ, അതിൻ്റെ പേരിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് ഈ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചതിൻ്റെ പേരിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയ വർഷമാണ് 1940 ജൂലൈ 31. ഇനി ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അന്വേഷണ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇനി ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? വൈസ്രോയി ചെംസ്ഫോർഡ് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ചെംസ്ഫോർഡ് ആയിരുന്നു. അപ്പോൾ റൗലറ്റ് ആക്ടിന്റെ സമയത്തൊക്കെയും ചെംസ്ഫോർഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കുക, ജാലിയൻവാലാബാഗ് 1919 ഏപ്രിൽ 13-നാണ്. ഇത് എന്തിനാണ് നടന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹർത്താൽ, റൗലറ്റ് ആക്ടിനെതിരായിട്ട് ഒരു ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയ സത്യപാലിനെയും സൈഫുദ്ദീൻ കിച്ലിനെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിന്റെ പേരിൽ 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻവാലാബാഗിൽ ഒരു കൂട്ടം ജനങ്ങൾ പൊതുയോഗത്തിനായിട്ട് എത്തിച്ചേർന്നു. അപ്പോൾ അവർക്കെതിരായിട്ട് അല്ലെങ്കിൽ അവർക്ക് നേരെ വെടിയുതിർത്താനായിട്ട് ഉത്തരവിട്ടിട്ടുള്ള ആളായിരുന്നു ജനറൽ റെജിനാൾഡ് ഡയർ.
ഡയർ എന്ന് പറയുന്നത്. എന്നാൽ അതിന് അനുമതി നൽകിയിട്ടുള്ള വ്യക്തിയാണ് മൈക്കിൾ ഒ ഡയർ. അതിന് അനുമതി നൽകിയ ഉദ്യോഗസ്ഥനാണ് മൈക്കിൾ ഒ ഡയർ. അപ്പോൾ ഈ മൈക്കിൾ ഒ ഡയർ അതിൽ ഒരുപാട് പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ചിട്ട് മൈക്കിൾ ഒ ഡയറിനെ വധിച്ചിട്ടുള്ള വിപ്ലവകാരിയാണ് ഉദ്ധം സിംഗ്. അപ്പോൾ മൈക്കിൾ ഒ ഡയറിനെ വധിച്ചതിൻ്റെ പേരിൽ ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് എപ്പോഴാണ്? 1940 ജൂലൈ 31-നാണ്. ഇനി ആ സമയത്തുണ്ടായിരുന്ന വൈസ്രോയി ചെംസ്ഫോർഡ് ആയിരുന്നു. ഇനി ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി പഠിക്കാനായിട്ട് അന്വേഷിക്കാനായിട്ട് നിയോഗിച്ച കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇത്രയും കൂടെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇനി പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ഈ ജാലിയൻവാലാബാഗ് ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി. അപ്പോൾ പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകി. എന്നാൽ ഈ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല അതിൻ്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാ? ഗാന്ധിജിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാസി യുദ്ധം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻവാലാബാഗ് കൂട്ടക്കൊല അതിൻ്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ഇനിയാണ് നിസ്സഹരണ സമരം. ഈ നിസ്സഹരണ സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1920-ലാണ്. അതായത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം അല്ലെങ്കിൽ ബഹുജന സമരമാണ് ഇത് ഈ നിസ്സഹരണ സമരം എന്ന് പറയുന്നത്. ഏത് വർഷമാണ്? 1920-ലാണ്. അപ്പോൾ ഈ നിസ്സഹരണ പ്രസ്ഥാനത്തെ അംഗീകരിച്ച കോൺഗ്രസ് സമ്മേളനം 1920-ലെ നാഗ്പൂർ സമ്മേളനമാണ്. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? വിജയരാഘവാചാരി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നിസ്സഹരണ സമരം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ ബഹുജന പ്രക്ഷോഭമാണ്. 1920-ലെ നാഗ്പൂർ സമ്മേളനത്തിലാണ് ഇത് അംഗീകരിച്ചത്. അതിൻ്റെ അധ്യക്ഷൻ വിജയരാഘവാചാരി ആയിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? വിജയരാഘവാചാരി ആയിരുന്നു. അപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച മെയിനായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ പ്രധാന പരിപാടികൾ എന്തൊക്കെയായിരുന്നു? ഗാന്ധിജി മുന്നോട്ട് വെച്ചതാണ് എന്തൊക്കെ? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക. അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ അത് ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക, നികുതി നൽകാതിരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. എന്തൊക്കെയാ? വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക, പിന്നെന്താണ്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി കൊടുക്കാണ്ടിരിക്കുക, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകുക. ഇതൊക്കെ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. അപ്പോൾ ഈ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ഉദാഹരണങ്ങൾ, അപ്പം ജനങ്ങൾ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ അവർ ഏറ്റെടുത്തു എന്നത് കാണിക്കുന്നതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ് ഈ കാണുന്നത്. എന്തൊക്കെയാണ്? അതിനുശേഷം അവധിലെ കർഷകരെ നികുതി നൽകാൻ വിസമ്മതിച്ചു. കാരണം നികുതി നൽകാതിരിക്കുക എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവധിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. അതുപോലെ വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ഓക്കെ, അപ്പോൾ ഗാന്ധിജി അവിടെ കുറേ ആശയങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സ്വീകരിച്ചതിനുള്ള ചില ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. എന്തൊക്കെയാണ്? ഇവർ നികുതി കൊടുക്കാനായിട്ട് വിസമ്മതിച്ചു. അതുപോലെ ഗിരിവർഗ്ഗക്കാരൊക്കെ വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ കയറി ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിക്കാൻ തുടങ്ങി. ഉത്തർപ്രദേശിലെ കർഷകരാണെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ചുമടൊന്നും എടുക്കാതെയായി. തൊഴിലാളികൾ പണിമുടക്കാൻ തുടങ്ങി. അതുപോലെ വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. വിദ്യാർത്ഥികൾ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉപേക്ഷിച്ചു ബ്രിട്ടീഷുകാരുടെ. ഇനി സ്ത്രീകളടക്കമുള്ളവരൊക്കെ എന്ത് ചെയ്തു? വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കാം. ഇനി ചൗരി ചൗര സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ചൗരി ചൗര സംഭവം അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നിസ്സഹരണം എന്ന് പറഞ്ഞാൽ എല്ലാം ബഹിഷ്കരിക്കലാണ് അല്ലേ. അപ്പോൾ ഈ ബഹിഷ്കരണത്തോടൊപ്പം തന്നെ ചില നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതെന്തൊക്കെയാ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ ചർക്ക ഉപയോഗിച്ച് നൂൽക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ചർക്ക ഉപയോഗിച്ച് നൂൽക്കാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ എന്താണ് അതായത് ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു. ദേശീയ വിദ്യാലയങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വിദേശ വസ്തുക്കളാണ് ബഹിഷ്കരിച്ചത്. അപ്പോൾ ചർക്കയിൽ നൂറ്റിട്ട് സ്വദേശി ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അതുപോലെ ദേശീയ വിദ്യാലയങ്ങൾ അത് ആരംഭിക്കാനായിട്ട് തുടങ്ങി. ദേശീയ തലത്തിൽ സ്കൂളുകൾ ആരംഭിക്കാൻ. അപ്പോൾ ഈ ദേശീയ വിദ്യാലയങ്ങൾക്ക് എക്സാമ്പിളാണ് ഏതൊക്കെ ദേശീയ തലത്തിൽ ഉണ്ടായിട്ടുള്ളത്? കാശി
കാശി വിദ്യാപീഠം, കാശി വിദ്യാപീഠം. അതേപോലെ തന്നെയുള്ളതാണ് ഏതൊക്കെ? ഗുജറാത്ത് വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം. പിന്നെ ഏതൊക്കെയാ? ജാമിയ മിലിയ. ഓക്കെ, അതൊക്കെയാണ് അന്ന് സ്ഥാപിച്ച സ്കൂളുകൾ. അപ്പോൾ ഈ നിസ്സഹരണം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടുതൽ ബഹിഷ്കരിക്കലാണ്. അതിനോടൊപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ചർക്ക ഉപയോഗിച്ച് നൂൽക്കലും ദേശീയ വിദ്യാലയങ്ങളും. അപ്പോൾ ഈ ദേശീയ തലത്തിലുണ്ടായ സ്കൂളുകളാണ് ഏതൊക്കെ? ഈ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ചോദിക്കും. ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ് അതൊക്കെയും ആരംഭിച്ചു. അതേപോലെ തന്നെ ഹിന്ദി പ്രചരിപ്പിച്ചു, ഹിന്ദി പ്രചാരണം. അതേപോലെ തന്നെ ഐത്തോച്ചാടനം, അതൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക, ടെക്സ്റ്റിലുള്ള പോയിന്റ്സ് ആണ്. ഇനി ചൗരി ചൗരാ സംഭവം നടന്നത് 1922 ഫെബ്രുവരി 5-നാണ്. 1922 ഫെബ്രുവരി 5-നാണ്. എവിടെയാണ് നടന്നിട്ടുള്ളത്? ഉത്തർപ്രദേശിലാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിനു നേരെ, അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചു. അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷന് തീയിട്ടു. 22 പോലീസുകാർ അതിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചപ്പോൾ പോലീസ് സ്റ്റേഷൻ തീയിട്ട് അവിടെ 22 പേര് കൊല്ലപ്പെട്ടു. അപ്പോൾ ആ ഒരു സംഭവമാണ് ചൗരി ചൗരാ സംഭവം. അപ്പോൾ ഈ ചൗരി ചൗരാ സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് എന്ത് ചെയ്തത്? ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കി. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിൻവലിച്ചു. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായിട്ടുള്ള സംഭവം ഏതാ? ചൗരാ സംഭവമാണ്. അപ്പൊ ഈ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ സുഭാഷ് ചന്ദ്രബോസ് വിളിച്ചതാണ് ദേശീയ ദുരന്തം. ഓക്കെ, അപ്പൊ സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ഈ നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയാണ്. അപ്പോൾ ഈ ചൗരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജിയെ തടവിലാക്കിയിട്ടുള്ള ജയിലാണ് യർവാദ ജയിൽ കേട്ടോ. ഗാന്ധിജിയെ തടവിലാക്കിയ ജയിലാണ് യർവാദ ജയിൽ. അപ്പോൾ ചൗരാ സംഭവത്തിനെ തുടർന്നിട്ടാണ് നിസ്സഹരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കാനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അതിനെ ദേശീയ ദുരന്തം എന്ന് വിശേഷിപ്പിച്ചത് ആരാ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി അടുത്തതാണ് സ്വരാജ് പാർട്ടി. 1923-ലാണ് സ്ഥാപിതമായത്. അതിൻ്റെ ആരാണ് നേതാക്കൾ? CR ദാസും മോത്തിലാൽ നെഹ്റുവാണ്. CR ദാസാണ് അതിൻ്റെ പ്രസിഡന്റ്, മോത്തിലാൽ നെഹ്റുവാണ് അതിൻ്റെ സെക്രട്ടറി. ഓക്കെ, അപ്പോൾ സ്വരാജ് പാർട്ടി 1923-ലാണ് സ്ഥാപിതമായത്. ഗയയിലാണ് കേട്ടോ, ഗയാ സമ്മേളനം. അപ്പോൾ ഇതിൻ്റെ പ്രസിഡന്റ് CR ദാസും സെക്രട്ടറി മോത്തിലാൽ നെഹ്റുവുമായിരുന്നു. ഇനി ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന് അഭിപ്രായപ്പെട്ട പാർട്ടിയാണ് ഇത് സ്വരാജ് പാർട്ടി. ഇന്ത്യക്ക് ഒരു ഭരണഘടന എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അതും കൂടെ അവിടെ ഓർത്തിരിക്കുന്നത് ചോദിക്കാറുള്ളതാണ്. ഇനി സൈമൺ കമ്മീഷൻ. ഏത് വർഷമാണ് സൈമൺ കമ്മീഷനെ നിയമിച്ചത്? 1927-ലാണ്. എന്നാൽ അത് ഇന്ത്യയിലെത്തിയത് 1928-ലാണ്. ഓക്കെ, നിയമിച്ചത് 1927-ലാണ്. അതിൽ 7 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജോൺ സൈമൺ ആയിരുന്നു. ജോൺ സൈമൺ ആയിരുന്നു. ഈ സമയത്തെ വൈസ്രോയി ഇർവിൻ പ്രഭു ആയിരുന്നു കേട്ടോ. ഇർവിൻ പ്രഭു ആയിരുന്നു ആ സമയത്തെ വൈസ്രോയി. ഇനി ഈ സൈമൺ കമ്മീഷന് എതിരെയുള്ള സമരത്തിൽ പോലീസ് മർദ്ദനത്തിൽ മരണം കൈവരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായ്. ഈ സൈമൺ കമ്മീഷന് എതിരെ നടന്ന സമരത്തിൽ മരണം വരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായിനെ. അപ്പൊ ആ ലാത്തിച്ചാർജിലാണ് ലാത്തിച്ചാർജിലെ മർദ്ദനത്താലാണ് മരണം കൈവരിച്ചത്. അപ്പൊ ഈ ലാത്തിച്ചാർജിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സാൻഡേഴ്സൺ. ലാത്തിച്ചാർജിന് നേതൃത്വം നൽകിയത്. ഓക്കെ, അപ്പോൾ സൈമൺ കമ്മീഷന് എതിരായിട്ടൊരു സമരം നടന്നു. അപ്പോൾ ആ സമരത്തിൻ്റെ ഇതിൽ ലാത്തിച്ചാർജിൽ മർദ്ദനം ഏറ്റിട്ട് മരിച്ച വ്യക്തിയാണ് ലാലാ ലജ്പത് റായ്. ആ ലാത്തിച്ചാർജിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സാൻഡേഴ്സൺ. അപ്പോൾ ഈ സാൻഡേഴ്സനെ വധിച്ചത് ആരൊക്കെയാ? സാൻഡേഴ്സനെ വധിച്ച ആൾക്കാരാണ്, പഠിക്കണം, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്.
ഭഗത് സിംഗും രാജ്ഗുരും സുഖദേവുമാണ് സാൻഡേഴ്സിനെ വധിച്ചത്. അതും കൂടെ പഠിച്ചു വയ്ക്കാം. ഇനി ബർദോളി സത്യാഗ്രഹം 1928 എവിടെയാണിത്? ഗുജറാത്തിൽ നടന്നിട്ടുള്ളതാണ് ബർദോളി സത്യാഗ്രഹം. ബർദോളി സത്യാഗ്രഹം 1928 ഗുജറാത്തിലാണ്. അതിന് നേതൃത്വം നൽകിയത് ആരാ? സർദാർ വല്ലഭായ് പട്ടേലാണ് കേട്ടോ. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാ? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി നെഹ്റു റിപ്പോർട്ടിന്റെ വർഷം പഠിക്കുക. 1928 നെഹ്റു റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പൊ ആരാണിത് തയ്യാറാക്കിയത്? മോത്തിലാൽ നെഹ്റു ആണ് കേട്ടോ. നെഹ്റു റിപ്പോർട്ട് ജവഹർലാൽ നെഹ്റു അല്ല, മോത്തിലാൽ നെഹ്റു ആണ് തയ്യാറാക്കിയത്. ഏത് വർഷമാണ് അത് സമർപ്പിച്ചത്? 1928 കൂടെ ഓർത്തിരിക്കുക. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണിത്. ആദ്യത്തെ നിസ്സഹരണമാണ്, ഇത് രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭം. ആർക്കെതിരെ? ബ്രിട്ടീഷുകാർക്കെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പൊ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായിട്ടുള്ള INC സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനമാണ്. നിസ്സഹരണത്തിന്റെ നമ്മൾ പറഞ്ഞു, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1920 നാഗ്പൂർ സമ്മേളനം. ഇത് 1929 ലാഹോർ സമ്മേളനത്തിന്റെ ഫലമായിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ടെക്സ്റ്റിലുള്ളതാണ്. ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ, ഈ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാ? ഉപ്പ് നികുതി എടുത്തു കളയുക, പിന്നെ കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാ? ഉപ്പ് നികുതി എടുത്തു കളയുക, കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക, വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക, രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക, സൈനിക ചെലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക, ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക, അതേപോലെ തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക എന്നുള്ളതൊക്കെയാണ് ഈ സിവിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ. അപ്പൊ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് എന്തിന്റെ ബേസിലാ? 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അതായത് ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ആരംഭിച്ചത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത് 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് 1930 മാർച്ച് 12 ഗാന്ധിജി എവിടെ നിന്ന് എവിടേക്കാ? സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്ക് ഗാന്ധിജി യാത്ര തിരിച്ചു. 72 അനുയായികളാണ് കൂടെ ഉണ്ടായിരുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എത്ര അനുയായികളാ? 72 അല്ല കേട്ടോ, 78 ആണ്. 78 അനുയായികളാണ് കൂടെ ഉണ്ടായിരുന്നത്. എവിടെന്ന? സബർമതിയിൽ നിന്ന് ദണ്ഡിയിലേക്കാണ്. ഇനി അവിടെ ദണ്ഡി കടപ്പുറത്ത് എത്തിയത്, ഇവിടെ നിന്ന് യാത്ര തിരിച്ചിട്ട് അവിടെ എത്തിയത് ഏപ്രിൽ 6 അവിടെ എത്തി ഉപ്പ് നിയമം ലംഘിച്ചത് ഏപ്രിൽ 7 ഏപ്രിൽ 6 മാർച്ച് 12 യാത്ര തിരിച്ചു, ഏപ്രിൽ 6 അവിടെ എത്തി, ഏപ്രിൽ 7 ഉപ്പ് നിയമം ലംഘിച്ചു. ഇനി ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായിട്ടുള്ളത് 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണം എന്താ? ചൗരിയാണ്. നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടിയാണ് 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഇനി ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടത്, ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ഫസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ആരാ? പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഫസ്റ്റ് അറസ്റ്റ് ചെയ്തത് കേട്ടോ. ഇനി ഉപ്പ് നിയമം ലംഘിച്ചതിന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചത്, ഇനി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിൽ പാർപ്പിച്ചത് യർവാദ ജയിലിൽ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്ന് ദണ്ഡിയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞത് ആരാ? ഗാന്ധിജിയാണ് കേട്ടോ. ഗാന്ധിജിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നില്ലെങ്കിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങി വരും, അല്ലെങ്കിൽ എൻ്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്നിങ്ങനെ പറഞ്ഞത് ഗാന്ധിജിയാണ്. ഇനി ഉപ്പ് പെട്ടെന്ന് ഒരു നിഗൂഢ വാക്കായി മാറി, ശക്തിയുടെ വാക്ക്. ഉപ്പ് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു നിഗൂഢ വാക്കായി മാറി, ശക്തിയുടെ വാക്ക് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. ഇനി അതേപോലെ തന്നെ
ഓക്കെ, തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെ, തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെ മാർച്ച് നടത്തിയ വ്യക്തിയാണ് സി രാജഗോപാലാചാരി. അപ്പോൾ വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെന്നെയാ? സി രാജഗോപാലാചാരി തന്നെയാണ് വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നതും. അത് തമിഴ്നാട്ടിലെ ഉപ്പ് സത്യാഗ്രഹം. ഇനി കോഴിക്കോടാണെങ്കിലോ, കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് പി കൃഷ്ണപിള്ളയും. കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹം നയിച്ചത് പി കൃഷ്ണപിള്ളയും അതേപോലെ തന്നെ മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമാണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാനുമാണ് കോഴിക്കോട് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. ഇത് തമിഴ്നാട്ടിൽ തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെ മാർച്ച് നടത്തിയ വ്യക്തിയാണ് സി രാജഗോപാലാചാരി. വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് തന്നെയാ? സി രാജഗോപാലാചാരി തന്നെയാണ്. ഇനി വട്ടമേശ സമ്മേളനങ്ങളാണ്. അപ്പോൾ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഏതൊക്കെ വർഷമാണ്? 1930, 31, 32. പഠിക്കണം കേട്ടോ. വട്ടമേശ സമ്മേളനം, 1-ാം വട്ടമേശ സമ്മേളനം, 2-ാം വട്ടമേശ സമ്മേളനം, 3-ാം വട്ടമേശ സമ്മേളനം. അപ്പോൾ ഈ വട്ടമേശ സമ്മേളനങ്ങളുടെ വേദി ലണ്ടനാണ്. ചോദിച്ചിട്ടുള്ളതാണ്, ലണ്ടനാണ് അതിൻ്റെ വേദി എന്ന് പറയുന്നത്. ഇനി ഈ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ളത്, 3 എണ്ണത്തിലും പങ്കെടുത്തിട്ടുള്ളത് ആരാണ്? ആരൊക്കെയാണ് 3 എണ്ണത്തിലും പങ്കെടുത്തിട്ടുള്ളത്? ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ തേജ് ബഹാദൂർ സപ്രുവുമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ളത് ഇവരാണ്. ഈ 2-ാം വട്ടമേശ സമ്മേളനത്തിലാണ് ആര് പങ്കെടുത്തിട്ടുള്ളത്? ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2 കേട്ടോ. ഇനി 1930 സമ്മേളനം നടന്നത് 1930 നവംബർ 12 മുതൽ ജനുവരി വരെയാണ്. 1930 നവംബറിലാണ് തുടങ്ങിയത്. നവംബർ ജനുവരി. 1931 ആണെങ്കിൽ 31 സെപ്റ്റംബറിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 7. ഒരു പ്രാവശ്യം വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്, അതാണ് പറയുന്നത്. സെപ്റ്റംബർ 7 ആ മാസമെങ്കിലും പഠിച്ചു വയ്ക്കുക. 1932 ആണെങ്കിൽ നവംബർ ഡിസംബർ സമയങ്ങളിലാണ് നടന്നിട്ടുള്ളത്. നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ് നടന്നിട്ടുള്ളത്. എവിടെയാണ്? ലണ്ടനിലാണ്. 2-ാമത്തേൽ പങ്കെടുത്തിട്ടുള്ളത് ഗാന്ധിജി. പിന്നെ 3 എണ്ണത്തിലും പങ്കെടുത്തിട്ടുള്ളത് ബി ആർ അംബേദ്കറും തേജ് ബഹാദൂർ സപ്രുവും. പഠിച്ചു വയ്ക്കാം. ഇനി ഓഗസ്റ്റ് ഓഫറിന്റെ വർഷവും അത് ഏത് വൈസ്രോയി ആണെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിത്ഗോ ആണ്. 1940 പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1940 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് ഓഫർ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്രിപ്സ് മിഷൻ. ഓക്കെ, അപ്പോൾ ക്രിപ്സ് മിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെത്തിയത് 1942 മാർച്ച് 22 ഇന്ത്യയിൽ എത്തിയത്. ഇത് എത്തിയതാണ് കേട്ടോ, ഇന്ത്യയിൽ എത്തിയത്. എന്നാൽ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് എപ്പോഴാപ്പോൾ? ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് എത്തിയത് മാർച്ച് 22 മടങ്ങിയത് 1942 ഏപ്രിൽ 12 ഏപ്രിൽ 12 ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. ഇതിൻ്റെ ചെയർമാനായിരുന്നു സർ സ്റ്റഫോർഡ് ക്രിപ്സ്. ചെയർമാനായിരുന്നു സ്റ്റഫോർഡ് ക്രിപ്സ്. ഇനി അതേപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം നമ്മൾ പറഞ്ഞു. ആ സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ലിത്ഗോ തന്നെയായിരുന്നു കേട്ടോ വൈസ്രോയി. ഈ ക്രിപ്സ് മിഷന്റെ സമയത്തും ലിത്ഗോ തന്നെയായിരുന്നു വൈസ്രോയി എന്ന് പറയുന്നത്. ആ സമയത്ത് INC പ്രസിഡന്റ് ആരായിരുന്നു? INC പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഓക്കെ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഇനി തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. ഓക്കെ, തകരാനിരിക്കുന്ന പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇതെല്ലാം പഠിക്കണം. ആ സമയത്തെ അതായത് ക്രിപ്സ് മിഷൻ ഇന്ത്യയിലെത്തിയതും ഇന്ത്യയിൽ നിന്ന് മടങ്ങിയതും പഠിക്കുക. ആ സമയത്ത് INC പ്രസിഡന്റ് വൈസ്രോയി, അതിൻ്റെ ചെയർമാൻ, പിന്നെ അതിന് പിൻതീയതിയിട്ട ചെക്ക് എന്ന് തകരാനിരിക്കുന്ന പിൻതീയതിയിട്ട ചെക്ക് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ്. ആദ്യത്തെ നമ്മൾ പറഞ്ഞു നിസ്സഹരണ പ്രസ്ഥാനമാണെന്ന്. അവസാനത്തെ ബഹുജന മുന്നേറ്റമാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സമയത്തും വൈസ്രോയി ആര് തന്നെയാണ്? ലിത്ഗോ തന്നെയാണ്. 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. 1942 ഇനി അതുപോലെ തന്നെ ഈ ബോംബെയിൽ ചേർന്ന
INCയുടെ സ്പെഷ്യൽ സമ്മേളനത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? അപ്പോൾ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് ബോംബെയിൽ ചേർന്നിട്ടുള്ള INCയുടെ സ്പെഷ്യൽ സമ്മേളനത്തിലാണ്. 1942 സ്പെഷ്യൽ സമ്മേളനത്തിലാണ്. അപ്പോൾ ഈ പ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് അവതരിപ്പിച്ചത്. ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ സ്ഥലം ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ടത് ബോംബെയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്താണ്. ഗോവാലിയ ടാങ്ക് മൈതാനം ഒരു തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഗോവാലിയ ടാങ്ക് മൈതാനത്താണ് ഇത് പാസ്സാക്കപ്പെട്ടത്. അതിപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ്. ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ഇനി ക്വിറ്റ് ഇന്ത്യ ദിനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? അരുണ ആസഫ് അലി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അരുണ ആസഫ് അലി. ഇനി ഗാന്ധിജിയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ഇനി ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. ഇതിന്റെ ആപ്തവാക്യം എന്തായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമര അനുയായികൾക്ക് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഏത് സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാ? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് 1942 ഓഗസ്റ്റ് 8 PSCയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ആൻസർ ആണ് കേട്ടത്. 1942 ഓഗസ്റ്റ് 8 ആഘാഖാൻ കൊട്ടാരത്തിലാണ് പാർപ്പിച്ചത്, തടവിലാക്കിയത്. അപ്പൊ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയത് പക്ഷേ അത് ആഘാഖാൻ അല്ല. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയ ജയില് യർവാദയാണ്. യർവാദ നമ്മൾ നേരത്തെ പറഞ്ഞു, യർവാദ ജയിലിലെ കുറെ കാര്യങ്ങൾക്ക്. അതുപോലെ തന്നെ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണൽ അവാർഡ്. അപ്പൊ കമ്മ്യൂണൽ അവാർഡിനെതിരെ പ്രതിഷേധിച്ചതിന് ഗാന്ധിജിയെ തടവിലാക്കിയതും യർവാദയിലാണ് കേട്ടോ. കമ്മ്യൂണൽ അവാർഡിന് എതിരെ പ്രതിഷേധിച്ചതിന് ഗാന്ധിജിയെ തടവിലാക്കിയത് യർവാദയിലാണ്. ഏറ്റവും കൂടുതൽ തവണ യർവാദയിലാണ്. പക്ഷെ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് ആഘാഖാൻ കൊട്ടാരത്തിലാണ്. അപ്പൊ ആഘാഖാന്റെ ആൻസർ ഉള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ PSC ചോദിച്ചിട്ടുണ്ട്. എന്താ? തടവിലിരിക്കെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചത്. ഓക്കെ, കസ്തൂർബ ഗാന്ധി, അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കസ്തൂർബ ഗാന്ധി തടവിലിരിക്കെ അന്തരിച്ചത് ആഘാഖാൻ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് അന്തരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഇപ്പം ഞാനിവിടെ പറഞ്ഞ പോയിന്റ്സ് എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വിറ്റ് ഇന്ത്യ ദിനം, സമരനായകൻ, അതിൻ്റെ മുദ്രാവാക്യം, ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത്, അതുപോലെ കസ്തൂർബ ഗാന്ധി അന്തരിച്ചിട്ടുള്ളത്, ഈ പ്രമേയം പാസാക്കിയ സമ്മേളനം ഏത് വർഷമാണ് പ്രമേയം അവതരിപ്പിച്ചത്, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന മുന്നേറ്റം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ സമയത്തെ വൈസ്രോയിയും ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ളതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് 1942 ആരാണ് രൂപീകരിച്ചത്? ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണിത് രൂപീകരിച്ചത്. ഇനി ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മറ്റൊരു പേരായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ മറ്റൊരു പേരാണ് ആസാദ് ഹിന്ദ് ഫൗജ്. ഓക്കെ, ഇതിന്റെ മറ്റൊരു പേരാണ് ആസാദ് ഹിന്ദ് ഫൗജ് എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? ഇന്ത്യൻ നാഷണൽ ആർമി തന്നെയാണ്. ഇനി ഈ INAയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. INAയുടെ മുൻഗാമി ആരാണ്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. ഇനി സുഭാഷ് ചന്ദ്രബോസ് ഈ INAയുമായി പ്രവർത്തിക്കാൻ തുടങ്ങിയ വർഷം 1943. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സുഭാഷ് ചന്ദ്രബോസ് INAയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയ വർഷമാണ് 1943. അപ്പൊ ഈ സുഭാഷ് ചന്ദ്രബോസിന് ഈ INAയുടെ നേതൃത്വം കൈമാറിയ വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ്. സുഭാഷ് ചന്ദ്രബോസിന് INAയുടെ നേതൃത്വം കൈമാറിയ വ്യക്തി ആരാണ്? റാഷ് ബിഹാരി ബോസ് ആണ്. ഇനി INAയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ചോദിച്ചിട്ടുള്ളതാണ്. INAയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് എന്താ? ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. ഝാൻസി റാണി റെജിമെന്റ് എന്നാണ് ഇതിന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത്. പിന്നെ INAയിൽ അംഗമായിട്ടുള്ള മലയാളിയാണ് ആര്? വക്കം അബ്ദുൾ ഖാദർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വക്കം അബ്ദുൾ ഖാദർ.
വക്കം അബ്ദുൽ ഖാദർ ആണ് INA അംഗമായിട്ടുള്ള മലയാളി. അപ്പോൾ INA പറ്റിയൊരു പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ്. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് അതിന്റെ നേതൃത്വം ഏറ്റെടുത്തു. 1943 മുതൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. ആ നേതൃത്വം കൈമാറിയ വ്യക്തിയാണ് റാഷ് ബിഹാരി ബോസ്. ആസാദ് ഹിന്ദ് ഫൗജ് എന്നറിയപ്പെടുന്നത് INA ആണ്. INA മുൻഗാമിയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ്. അതിന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെന്റ് എന്നാണ്. അതിൽ അംഗമായിട്ടുള്ള മലയാളിയാണ് ആര്? വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ. അത്രയും കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീൽ കേട്ടോ. INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായ വക്കീലിന്റെ പേരെന്താണ്? ഭുലാഭായ് ദേശായി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഭുലാഭായ് ദേശായി ആണ് INA വിചാരണ സമയത്ത് INAക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീൽ. ഓക്കെ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഏത് വർഷമാണ്? 1946 ആണ്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം വിത്ത് ഡേറ്റ് പഠിക്കണം. 1946 മാർച്ച് 23. അപ്പോൾ ഈ ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? ക്ലമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആര്? ക്ലമന്റ് ആറ്റ്ലി. ഇത് ഇന്ത്യയിലെത്തിയത് 1946 മാർച്ച് 23 ഇതിന്റെ തലവൻ ആരായിരുന്നു? പെത്വിക് ലോറൻസ് ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തലവൻ പെത്വിക് ലോറൻസ് ആണ് അതിന്റെ തലവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിൽ വേറെ പെത്വിക് ലോറൻസിനെ കൂടാതെ മറ്റ് അംഗങ്ങളും കൂടെ ഉണ്ട്. അതാരൊക്കെയാ അംഗങ്ങൾ? പെത്വിക് ലോറൻസ് ഒരംഗമാണ്. പിന്നെ ആരാണ്? നമ്മുടെ ക്രിപ്സ് മിഷന്റെ സ്റ്റാഫോർഡ് ക്രിപ്സ്, അതേപോലെ തന്നെ AV അലക്സാണ്ടർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ താഴെ തന്നിട്ടുള്ളതിൽ ഈ ക്യാബിനറ്റ് മിഷനിലെ അംഗമല്ലാത്ത വ്യക്തി 3 പേരാണ് അംഗങ്ങൾ. പെത്വിക് ലോറൻസും ഉണ്ട്, സ്റ്റാഫോർഡ് ക്രിപ്സും ഉണ്ട്, AV അലക്സാണ്ടറും ഉണ്ട്. അതിന്റെ തലവൻ പെത്വിക് ലോറൻസ് ആയിരുന്നു. ആ സമയത്തെ വൈസ്രോയി വേവൽ പ്രഭു ആണ്. ഇവർ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16 ക്യാബിനറ്റ് മിഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1946 മെയ് 16 1946 മെയ് 16 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കാം. ഇനി ഇന്ത്യൻ നാവിക കലാപം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1946 ഇന്ത്യൻ നാവിക കലാപം നടന്നിട്ടുള്ളത് 1946 ബോംബെ കലാപം എന്നറിയപ്പെടുന്നു. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബോംബെ കലാപം. ഈ നാവിക കലാപം ആരംഭിച്ചിട്ടുള്ള കപ്പൽ പഠിച്ചു വയ്ക്കുക. നാവിക കലാപം ആരംഭിച്ചിട്ടുള്ള കപ്പലാണ് HMIS തൽവാർ. ഓക്കെ. അപ്പൊ നാവിക കലാപം ആരംഭിച്ച കപ്പലാണ് HMIS തൽവാർ എന്ന് പറയുന്ന കപ്പൽ കേട്ടോ. HMIS തൽവാർ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിത് വയ്ക്കാം. ഇനി ഈ കലാപത്തിന് നേതൃത്വം നൽകിയതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് BC ദത്ത്. ഓക്കെ. ഇതിന് നേതൃത്വം നൽകിയത്. അപ്പൊ നേതൃത്വം എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ അതിൽ അറസ്റ്റ് ചെയ്ത വ്യക്തി എന്ന് ചോദിച്ചാലും ആരൊക്കെയാണ്? BC ദത്താണ്. ഓക്കെ. BC ദത്ത്. BC ദത്താണ് ഇതിന് നേതൃത്വം നൽകിയത് എന്നുകൂടെ ഓർത്തിരിക്കുക. ഇനി അടുത്താണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഏതാ? 1947 ജൂലൈ 18 പാസ്സാക്കിയത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നിയമം ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയത് 1947 ജൂലൈ 18 ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്ട് ആണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള അവസാനത്തെ ആക്ട്, അവസാനത്തെ നിയമമാണ് ഏത്? ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് 1947. വിത്ത് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. ജൂലൈ 18. ഡേറ്റ് പഠിക്കണം. വിത്ത് ഡേറ്റ് ആണ് ജൂലൈ 18. ഓക്കെ. അപ്പൊ അങ്ങനെ മൗണ്ട് ബാറ്റൻ പദ്ധതി അതും കൂടെ പഠിക്കുക. 1947 മൗണ്ട് ബാറ്റൻ പദ്ധതി. ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി എന്തിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയതാ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും വിഭജനത്തിനും വേണ്ടിയിട്ട്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യ വിഭജനത്തിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ മൗണ്ട് ബാറ്റൻ പദ്ധതി. ബാൽക്കൺ പദ്ധതി എന്നും ജൂൺ 3 പദ്ധതി എന്നും ഡിക്കി ബേർഡ് പദ്ധതി എന്നും ഒക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെയാ? ബാൽക്കൺ പദ്ധതി, ഡിക്കി ബേർഡ് പദ്ധതി, ജൂൺ 3 പദ്ധതി എന്നൊക്കെ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇതിന്റെ ഫലമായിട്ട് ഇന്ത്യ സ്വതന്ത്രമായത്. ഓക്കെ. ഇന്ത്യ
സ്വതന്ത്രമായത് എപ്പോഴാണ്? ഇന്ത്യ സ്വതന്ത്രമായത് നമുക്കറിയാം 1947 ഓഗസ്റ്റ് 15-നാണ്. എന്നാൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ സ്വതന്ത്രമായത് 1947 ഓഗസ്റ്റ് 14-നാണ്. അതിൻ്റെ തലേദിവസമാണ് പാകിസ്ഥാൻ സ്വതന്ത്രമായത്, സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യ സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് ഓഗസ്റ്റ് 15-നുമാണ്. ഇനി പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു മുഹമ്മദ് അലി ജിന്ന. ആ പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാൻ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നമുക്കറിയാം ആരാണ്? നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭുവായിരുന്നു. ഓക്കെ. അപ്പോൾ എന്തിനാണ് ഡിക്കി ബൈഡ് അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൻ പദ്ധതി? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനും ഇന്ത്യ വിഭജനത്തിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പേരുകൾ അത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യ സ്വതന്ത്രമായതും പാകിസ്ഥാൻ സ്വതന്ത്രമായതും ഇന്ത്യയുടെ പ്രധാനമന്ത്രി, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി, അവരുടെ ഗവർണർ ജനറലും. ഇനി അതേപോലെ തന്നെ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനായിരുന്നു ബ്രിട്ടീഷ് രാജാവ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? കോൺഗ്രസ് പ്രസിഡന്റ് ചോദിച്ചിട്ടുള്ളതാണ് JB കൃപലാനി ആയിരുന്നു. ഇനി വൈസ്രോയി നമ്മൾ പറഞ്ഞു, വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ജനറൽ ആരാ? മൗണ്ട് ബാറ്റൻ ആണ് കേട്ടോ. മൗണ്ട് ബാറ്റൻ ആണ് ആര്? വൈസ്രോയി മൗണ്ട് ബാറ്റൻ ആണ്. KPCCയുടെ അധ്യക്ഷൻ ആരായിരുന്നു ആ സമയത്തെ? KPCC അധ്യക്ഷൻ ചോദിച്ചിട്ടുണ്ട്. KPCC അധ്യക്ഷൻ കെ കേളപ്പൻ. അപ്പോൾ ഇന്ന് രാഷ്ട്രീയപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. കുറേ സമരങ്ങളും സത്യാഗ്രഹങ്ങളും അങ്ങനെ ഒരുപാട് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി മറ്റ് കലാപങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. സാമൂഹികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് കലാപങ്ങളാണ്. അതായത് ഈ കമ്പനി ഭരണത്തിന്റെ ചൂഷണങ്ങൾക്ക് ഇരയായത് ഏതെല്ലാം വിഭാഗങ്ങളായിരുന്നു? ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുന്ന ടെക്സ്റ്റിലുള്ളതാണ്. കർഷകരെയും അതുപോലെ നെയ്ത്തുകാരെയും കൈത്തൊഴിലാളികൾ, ഗോത്രവർഗ്ഗക്കാരെ, ഇവരെയൊക്കെ കമ്പനി ഭരണം ചൂഷണം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തർക്കും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കർഷകർക്കും അതുപോലെ നെയ്ത്തുകാർക്കും കൈത്തൊഴിലുകാർക്കും അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാർക്കും. അപ്പോൾ കർഷകർക്ക് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? കർഷകർക്കുമേൽ അമിതമായിട്ടുള്ള നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. കമ്പനി ഭരണത്തിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. കർഷകർക്കുമേൽ, അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കും. കർഷകർക്കുമേൽ അമിതമായിട്ടുള്ള നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. ഇനി വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ, അവരെ വിളിക്കുന്ന പേരാണ് ജമീന്ദാർമാർ, അവരെ ചുമതലപ്പെടുത്തി. ഇനി നികുതി പണമായി തന്നെ നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായിട്ട് കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ വിളിക്കുന്നതാണ് സാഹുക്കാർ എന്നുള്ളത്. അതായത് അവരുടെ അമിതമായിട്ടുള്ള നികുതി ഭാരം, അതാണ് മെയിൻ ഇഷ്യൂ. നികുതി അമിതമായിട്ട് ചുമത്താൻ തുടങ്ങി. അപ്പം നികുതി കൊടുക്കാത്തവർ നികുതി പണമായിട്ട് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പണം പലിശയ്ക്ക് എടുക്കാനായിട്ട് തുടങ്ങി. അതേപോലെ തന്നെ ഈ ഇടനിലക്കാരാണ് നികുതി പിരിച്ചിരുന്നത്. ഇനിയിപ്പോൾ കൃഷി നശിച്ചാലും നികുതി ഇളവുകളൊന്നും തന്നെ അവർക്ക് നൽകിയിരുന്നില്ല. ഇതൊക്കെ കർഷകർ നേരിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അവരെന്തിലേക്ക് നയിച്ചു? കലാപത്തിലേക്ക് നയിച്ചു. അതുപോലെ നെയ്ത്തുകാർക്കും കൈത്തൊഴിലുകാർക്കും അതുപോലെ തന്നെ ഗോത്രവർഗ്ഗക്കാർക്കും ഒക്കെ പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ ഇവരെല്ലാവരും എന്തിലേക്ക് പോയി? കലാപത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഗോത്ര ജനതയ്ക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്താ? കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വന നിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായിട്ട് എന്തായി? കമ്പനിയുടെ അധീനതയിലായി. അപ്പോൾ വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഗോത്ര ജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായിട്ട് റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് ഗോത്ര ജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. അപ്പോൾ കർഷകരെ മെയിനായിട്ട് പ്രശ്നം എന്തായിരുന്നു? അവർക്ക് മേലടിച്ചേൽപ്പിച്ച നികുതിയായിരുന്നു.
ചെയ്തിരുന്നു. ഗോത്ര ജനതയാണെങ്കിൽ അവർ വനങ്ങൾ കയ്യേറിയിട്ട് അവിടെയൊക്കെ എന്താണ് റോഡ് റെയിൽ ഗതാഗതങ്ങളൊക്കെ ആരംഭിച്ചു. അപ്പോൾ ഈ വനത്തെ ആശ്രയിച്ച് കഴിയുന്ന ഗോത്ര ജനതയുടെ ജീവിതം അതോടുകൂടി ദുസ്സഹമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ടുള്ള ആൾക്കാരാണ് കണ്ടോ മറാത്തയിലെ ഗോത്ര വിഭാഗക്കാരാണ് ഈ തന്നിട്ടുള്ളത്. ആരൊക്കെയാ? മറാത്തയിലെ ബീലുകൾ. ഇതൊക്കെ ഇങ്ങനെ ചോദിക്കൂട്ടോ, ചേരുംപടി ചേർക്കാനും ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. മറാത്തയിലെ ബീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർ. ഇവരൊക്കെയാണ് എന്ത് ഈ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് കലാപത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഗോത്രവർഗ്ഗക്കാരാണ്. ആരൊക്കെയാണ്? മറാത്തയിലെ ബീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുറിച്യർമാർ. അവരൊക്കെയാണ് അതിനെതിരായിട്ട് പ്രവർത്തിച്ചത്. ഇനി നെയ്ത്തുകാരെ എങ്ങനെയാണ് അതൊക്കെ ബാധിച്ചത്? അസംസ്കൃത വസ്തുവായിട്ടുള്ള പരുത്തി കമ്പനി എന്താ ചെയ്തത്? ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതിയും ചുമത്തി. ഇത് നെയ്ത്തുകാരെ വളരെയധികം കഷ്ടപ്പെടുത്തി. കൈത്തറി തൊഴിലാളികളെയൊക്കെ വളരെയധികം അവരുടെ ജീവിതമൊക്കെ ദുസ്സഹമാക്കുകയാണ് ചെയ്തത്. എന്താ ചെയ്തത്? അസംസ്കൃത വസ്തുവായിട്ടുള്ള പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങളൊക്കെ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതിയും ചുമത്തി. അപ്പോൾ ഇനി ഓരോ കലാപങ്ങളാണ്. കർഷകരും അതുപോലെ തന്നെ ഈ നെയ്ത്തുകാരും ഗോത്രവർഗ്ഗക്കാരും ഒക്കെ കലാപത്തിലേക്കായിട്ട് ഇറങ്ങാണ്. അപ്പം നമുക്കിത് ഈ ഓരോ പോയിന്റുകളും പഠിക്കാനുള്ളതാണ്. നീലം കലാപം എവിടെയാണ്? ബംഗാളിലാണ്. നീലം കലാപം നടന്നത് ബംഗാളിലാണ്. അതായത് ബംഗാളിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരായിട്ട് നടത്തിയ കലാപമാണ് നീലം കലാപം. ബംഗാളിലെ നീലം കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിയ കലാപമാണ് നീലം കലാപം. അപ്പോൾ ഈ നീലം കർഷകരുടെ ദയനീയ ജീവിതത്തെ ആധാരമാക്കിയിട്ട് ദീനബന്ധു മിത്ര രചിച്ച നാടകം, നീൽദർപ്പൺ എന്ന് പറഞ്ഞ നാടകമാണ് കേട്ടോ. നാടകമാണ്. ദീനബന്ധു മിത്രയാണ് രചിച്ചിട്ടുള്ള. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നീലം കലാപം നടന്നത് എവിടെയാ? ബംഗാളിലാണ്. അപ്പൊ ഈ നീലം കർഷകരുടെ ദുരിതം ജീവിതത്തെ ആസ്പദമാക്കി നടത്തിയ നാടകമാണ് നീൽദർപ്പൺ. ദീനബന്ധു മിത്രയാണത് നിർമ്മിച്ചിട്ടുള്ളത്, രചിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ തന്നെ കൂഗാ കലാപം നടന്നത് എവിടെയാണ്? കൂഗാ കലാപം നടന്നിട്ടുള്ളത് എവിടെയാ? കൂഗാ കലാപം പഞ്ചാബിലാണ്. പഞ്ചാബിലെ കർഷകർ ബ്രിട്ടീഷ് ഭരണത്തിനും ഭൂപ്രഭുക്കന്മാർക്കും എതിരെ നടത്തിയ കലാപമാണ് കൂഗാ കലാപം. കൂഗാ കലാപം. സന്യാസി ഫക്കീർ കലാപങ്ങൾ ബംഗാളിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ്. ബംഗാളിലെ മതാചാര്യന്മാരുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നതാണ് സന്യാസി ഫക്കീർ കലാപങ്ങൾ. എവിടെയത്? ബംഗാളിലാണ്. ഇനി അതേപോലെ സന്താൾ കലാപം. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയ ആൾക്കാരെ പറ്റി പഠിക്കണം. ആരാണ്? സിദ്ധുവും കൻഹുവുമാണ്. സിദ്ധുവും കൻഹുവുമാണ് ഇതിന് നേതൃത്വം നൽകിയത്. അപ്പൊ ഈ സിദ്ധുവിൻ്റെയും കൻഹുവിൻ്റെയും സ്മരണാർത്ഥം ഇന്ത്യൻ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ടെക്സ്റ്റിലുള്ളതാണ് 2002. 2002 സ്റ്റാമ്പ് പുറത്തിറക്കിയത്. ഇനി അതേപോലെയുള്ളതാണ് തേബാഗ സമരം. എവിടെയാ? ബംഗാളിലാണ്. തെലങ്കാന സമരം നടന്നത് ആന്ധ്രാപ്രദേശിലാണ്. തേബാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം എവിടെയാ? ആന്ധ്രാപ്രദേശിലാണ്. ഈ പൈഗ കലാപം നടന്നത് എവിടെയാണ്? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കിയാൽ. പൈഗ കലാപം നടന്നിട്ടുള്ളത് ഒറീസയിലാണ്. ഒഡീഷയിലെ ഒഡീസയിലെ ഖൊർദയിലാണ് എന്ത് നടന്നിട്ടുള്ളത്? പൈഗ കലാപം നടന്നിട്ടുള്ളത്. അതേപോലെയുള്ളതാണ് വെല്ലൂർ ലഹള. പണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. വെല്ലൂർ ലഹള നടന്ന വർഷം 1806 വെല്ലൂർ ലഹള. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തിലെ ഇന്ത്യൻ ശിപ്പായിമാർ നടത്തിയിട്ടുള്ള ആദ്യത്തെ കലാപമാണ്. ഇന്ത്യൻ ശിപ്പായിമാർ നടത്തിയ ആദ്യ കലാപമാണ് എന്ത്? വെല്ലൂർ ലഹള കേട്ടോ. 1806 വെല്ലൂർ ലഹള നടന്നിട്ടുള്ളത്. ഓക്കെ. ഇനി നമ്മൾ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങൾ നടന്ന സ്ഥലങ്ങളും അവിടെ നേതൃത്വം നൽകിയതുമാണ്. ഈ സ്ഥലത്തൊക്കെ ആരാണ് നേതൃത്വം നൽകിയത്? ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കലാപങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ തിരുവിതാംകൂറിൽ അതിന് നേതൃത്വം നൽകിയത് വേലുത്തമ്പിയാണ്. മലബാറിൽ പഴശ്ശിരാജയാണ്. കൊച്ചിയിൽ പാലിയത്തച്ഛനാണ്. തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. കർണാടകയിൽ കിട്ടൂർ ചിന്നമ്മ. ഔദില് രാജാ ചെയ്ത് സിംഗ് ആണ്. ശിവഗംഗയിലെ മരുതുപ്പാണ്ഡ്യനാണ്. തിരുവിതാംകൂറിലെ വേലുത്തമ്പി, മലബാറിലെ പഴശ്ശിരാജ, കൊച്ചിയിൽ പാലിയത്തച്ഛൻ, തിരുനെൽവേലി വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, കർണാടകയിലെ കിട്ടൂർ ചിന്നമ്മ, ഔദിലെ രാജാ ചെയ്ത് സിംഗ്, ശിവഗംഗയിലെ മരുതുപ്പാണ്ഡ്യൻ. ഇനി
കുറേ സാമൂഹിക പരിഷ്കരണങ്ങളുണ്ട്. അതായത് ഈ സാമൂഹിക പരിഷ്കർത്താക്കൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ കാരണം എന്താ, അതിൻ്റെ ലക്ഷ്യങ്ങളാണ് ഈ തന്നിട്ടുള്ളത്. ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളാണ് എന്ത്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക. നമ്മൾ സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ആദ്യം സാമൂഹ്യ പരിഷ്കരണം എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ അനാചാരങ്ങളെ എതിർക്കുക, എല്ലാ മനുഷ്യർക്കും വിവേചനങ്ങളില്ലാതെ വഴി നടക്കാനും വസ്ത്രം ധരിക്കാനും വിദ്യാഭ്യാസം നേടാനുമുള്ള പൗരാവകാശങ്ങൾ നേടിയെടുക്കുക. അതായത് ഇതിൻ്റെ ഫലമായിട്ട് കുറേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുറേ സയൻറ്റിഫിക് സൊസൈറ്റികളും ഒക്കെ സ്ഥാപിതമായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാറാം മോഹറോയെ പറ്റിയിട്ടാണ്. ജാതി വ്യവസ്ഥയെയും സതി എന്ന ദുരാചാരത്തെയും ശക്തമായി എതിർത്ത വ്യക്തിയാണ് രാജാറാം മോഹറോയ്. അതേപോലെ ബ്രഹ്മസമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചു. ഓക്കെ, അപ്പോൾ പഠിക്കേണ്ട പോയിന്റ് മാത്രം എടുത്ത് പറയാണ്. ബ്രഹ്മസമാജം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹറോയാണ്. സതിയെയും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥയെയും ഒക്കെ ശക്തമായി എതിർത്ത വ്യക്തിയാണ് രാജാറാം മോഹറോയ്. അതേപോലെ ഇനി ഇവിടെ പഠിക്കേണ്ടതാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ വിധവകളുടെ പുനർവിവാഹത്തിനായിട്ട് പ്രവർത്തനം നടത്തി. 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കി. അപ്പോൾ വിധവകളുടെ പുനർവിവാഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. 1856 ഹിന്ദു വിധവാ പുനർവിവാഹ നിയമം പാസാക്കിയത്. അവിടെ ആ പോയിന്റ് ഓർത്തിരിക്കാം. ഇനി അതേപോലെ തന്നെ പണ്ഡിറ്റ് രമാഭായ് ബോംബെയിൽ സ്ഥാപിച്ച ശാരദാ സദൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്, വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുമില്ല, ശാരദാ സദൻ സ്ഥാപിച്ചത് ആരാന്ന് ചോദിക്കും. ആരാണ്, പണ്ഡിറ്റ് രമാഭായി ആണ്. എവിടെയാണ്, ബോംബെയിലാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇതും പ്രീവിയസ് തന്നെയാണ്. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 1856 അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അപ്പോൾ ശാരദാ സദൻ സ്ഥാപിച്ചത് ബോംബെയിലാണ്, പണ്ഡിറ്റ് രമാഭായി ആണ്. ഇനി പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുപോലെ അതിൻ്റെ പരിഷ്കർത്താക്കളുമാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ആരാ, സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതി. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇനി പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആരാ, ആത്മാറാം പാണ്ഡുരംഗ് ആണ്. ആത്മാറാം പാണ്ഡുരംഗ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ്. എല്ലാം പഠിച്ചു വയ്ക്കുക. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദൻ. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്. ഇനി തിയോസഫിക്കൽ സൊസൈറ്റി ആനി ബസന്റ് ആണ്. ഇനി ഹിതകാരിണി സമാജം വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത്. സത്യശോചക് സമാജമാണെങ്കിലോ സത്യശോചക് സമാജം ജ്യോതിബാബുലെ ആണ്. സ്വാഭിമാന പ്രസ്ഥാനം ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ശ്രീനാരായണ ഗുരു. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്നും വിടാതെ എല്ലാം തന്നെ പഠിക്കുക, ആ പ്രസ്ഥാനങ്ങളും അത് സ്ഥാപിച്ച ആൾക്കാർ. ഇനി അതേപോലെ ഇപ്പോൾ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സാമൂഹിക അനാചാരങ്ങളെ നിരോധിച്ചുകൊണ്ടുള്ള ഒരുപാട് നടപടികൾ ഉണ്ടായി. അതായത് ഇപ്പോൾ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഈ പ്രസ്ഥാനങ്ങളും ഒക്കെ രൂപീകരിച്ച് ഇതിനു വേണ്ടി പ്രവർത്തിച്ചപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത്? ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. അതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ശൈശവ വിവാഹവും ബഹുഭാര്യത്വവും നിരോധിച്ചു. ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരും. അടിമത്വം നിരോധിച്ചു, വിധവാ പുനർവിവാഹം നടപ്പിലാക്കി, സതി നിരോധിച്ചു, ശിശുഹത്യ നിരോധിച്ചു, 12 വയസ്സിന് താഴെ പ്രായമുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ശിശുഹത്യ നിരോധിച്ചു, ശൈശവ വിവാഹം ബഹുഭാര്യത്വം നിരോധിച്ചു, 12 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹത്തിന് വിലക്കേർപ്പെടുത്തി. പിന്നെ സതി നിരോധിച്ചു, വിധവാ പുനർവിവാഹം നടപ്പിലാക്കി, അടിമത്തം നിരോധിച്ചു. ഇനി കുറേ സൊസൈറ്റികളാണ്, കുറേ സയൻറ്റിഫിക് സൊസൈറ്റികളും അല്ലാതെയുള്ള പല സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ, അതിൻ്റെ സ്ഥാപകനാരാ? വില്യം ജോൺസ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ് ആണ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിംഗ് ആണ്. ബനാറസ് സംസ്കൃത കോളേജ് ജൊനാഥൻ ഡങ്കൻ ആണ്. അതേപോലെ തന്നെയുള്ളതാണ് അഭിനവ്
അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ ആണ്. അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ വില്യം ജോൺസ്. കൽക്കട്ട മദ്രസ വാറൻ ഹേസ്റ്റിംഗ്. ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കൻ ആണ്. ഇനി അഭിനവ് ഭാരത് സൊസൈറ്റി VD സവർക്കർ ആണ്. അനുശീലൻ സമിതി ആരുടെയാണ്? ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണ്. ഇനി ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാലാണ്. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി ഉണ്ട്, ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ട്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസെൻ ആണ്. ഇനി കുറേ സയൻറ്റിഫിക് സൊസൈറ്റികൾ ഈ സമയത്ത് സ്ഥാപിതമായിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൽക്കത്തയിൽ 1825. ഇതൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിനുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ചത് 1825. പൊതുവിവരങ്ങൾ നേടുന്നതിനു വേണ്ടിയുള്ള സൊസൈറ്റി കൽക്കട്ടയിൽ സ്ഥാപിച്ചത് 1838. യൂറോപ്യൻ ശാസ്ത്രങ്ങൾ പരിഭാഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും പൊതുവിവരങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടും. ഇനി മഹേന്ദ്രലാൽ സർക്കാർ സ്ഥാപിച്ച ഇന്ത്യൻ അസോസിയേഷൻ, ഇത് നോട്ട് ചെയ്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യൻ അസോസിയേഷൻ ഏത് വർഷം? 1876. ബനാറസ് സംവാദ ക്ലബ്ബ് ബനാറസിൽ 1861. ഇത് ചോദിച്ചിട്ടുണ്ട്. സർ സയ്യിദ് അഹമ്മദ് ഖാന്റെയാണ് ഏത്? അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി. അലിഗഡ് സയന്റിഫിക് സൊസൈറ്റി സർ സയ്യിദ് അഹമ്മദ് ഖാന്റെയാണ്, അലിഗഡിൽ 1864. ഇനി ബീഹാർ സയന്റിഫിക് സൊസൈറ്റി ബീഹാറിൽ 1868 സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ്. പത്രങ്ങളും അതിൻ്റെ നേതാക്കളും. ഹിന്ദു സ്വദേശി മിത്രം ചോദിച്ചിട്ടുള്ളതാണ്. ആരുടെയാ? ജി സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. ഹിന്ദു സ്വദേശി മിത്രം ജി സുബ്രഹ്മണ്യ അയ്യർ. ഇനി അമൃത് ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷിൻ്റെയും മോത്തിലാൽ ഘോഷിൻ്റെയാണ്. ഇതിലൊന്നും വിടാനായിട്ടില്ല. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓരോന്നും ചോദിച്ചിട്ടുള്ളതാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. നേഷൻ, വന്ദേ മാതരം, അതുപോലെ തന്നെ കേസരി, മറാത്ത, ന്യൂ ഇന്ത്യ, യങ് ഇന്ത്യ, ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അൽ ഹിലാൽ എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സ്വദേശി മിത്രം ഹിന്ദു ആരുടെയാണ്? ജി സുബ്രഹ്മണ്യ അയ്യരുടെയാണ്. അമൃത ബസാർ പത്രിക ശിശിർ കുമാർ ഘോഷിൻ്റെയും മോത്തിലാൽ ഘോഷിൻ്റെയുമാണ്. ഇനി ബോംബെ സമാചാർ ആരുടെയാ? ഫർദുർജി മർസ്ഖാന്റെയാണ്. ബോംബെ സമാചാർ ഫർദുർജി മർസ്ഖാൻ. ഇനി കേസരി മറാത്ത ആരുടെയാണ്? ബാലഗംഗാധര തിലകിൻ്റെയാണ്. കേസരി മറാത്ത ബാലഗംഗാധര തിലക്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജിയുടെയാണ്. ബംഗാളി സുരേന്ദ്രനാഥ് ബാനർജി. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാ? ദാദാഭായ് നെഹ്റുജി. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നെഹ്റുജി. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗറിൻ്റെയാണ്. ഷോം പ്രകാശ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റിൻ്റെയാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽത്ത് ആനി ബസന്റ്. യങ് ഇന്ത്യ ഹരിജൻ മഹാത്മാഗാന്ധിയുടെയാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെയാണ്. അൽ ഹിലാൽ മൗലാന അബ്ദുൽ കലാം ആസാദ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെയാണ്. വന്ദേ മാതരം ലാലാ ലജ്പത് റായിയുടെയാണ്. നേഷൻ ആരുടെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ ഇതെല്ലാം എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഓർത്തിരിക്കുക. എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ഉണ്ടാവും. ഇനി അതേപോലെ പ്രാദേശിക ഭാഷാ പത്ര നിയമം അത് നടപ്പിലാക്കിയത് ആരാ? ലിട്ടൺ പ്രഭു ആണ് കേട്ടോ. ലിട്ടൺ പ്രഭുവാണ് പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത്. 1878 ചോദിച്ചിട്ടുള്ളതാണ്. 1878 പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. ഇനി ഓരോ കോഡ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാൻ കഴിയും. കേശബ് ചന്ദ്രസൻ പറഞ്ഞിട്ടുള്ളതാണ്. പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കാനായിട്ട് കഴിയും. ഇനി വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് എന്ന് പറഞ്ഞത് വീരേശലിംഗമാണ്. വീരേശലിംഗം.
ഇനി അതേപോലെ ഇവിടെ ഓർത്തിരിക്കേണ്ട പോയിന്റാണ് 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത്. 1916 ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് മഹാരാഷ്ട്രയിലാണ്. ആരാ സ്ഥാപിച്ചത്? DK കാർവെയാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല വർഷം 1916, സ്ഥാപിച്ചത് ആരാ? DK കാർവെ. എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പം എല്ലാ പോയിന്റും ഓർത്തിരിക്കുക. ഇനി നയി താലിം പദ്ധതി. നയി താലിം പദ്ധതി ഗാന്ധിജിയുടെ ഒരു വിദ്യാഭ്യാസ പദ്ധതിയാണ്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ പദ്ധതിയാണ്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നും അത് മാതൃഭാഷയിലായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പം നയി താലിം വിദ്യാഭ്യാസ പദ്ധതിയാണ്, ഗാന്ധിജിയുടെയാണ്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണം, അത് മാതൃഭാഷയിലും ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഗാന്ധിജി വിഭാവനം ചെയ്ത ഈ വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലിം അല്ലെങ്കിൽ നൂതന വിദ്യാഭ്യാസം എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1937 വാർധാ സമ്മേളനം ഈ പദ്ധതിയെക്കുറിച്ച് പഠിക്കാനായിട്ട് ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നയി താലിമിനെ പറ്റി പഠിക്കാൻ 1937 വാർധാ സമ്മേളനത്തിലാണ് സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ നിയമിച്ചത്. അപ്പോൾ അതും കൂടെ ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ ഇവിടെ പഠിക്കേണ്ടതാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന് പറയുന്ന വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ചത് ആരൊക്കെയാണ്? ഇവരുടെ സ്ഥാപകർ അലിഗഡിലാണ്. ഏതുള്ളത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അലിഗഡിൽ സ്ഥാപിച്ച വിദ്യാഭ്യാസ കേന്ദ്രമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ. അപ്പോൾ അത് സ്ഥാപിച്ചത്, അതിന് നേതൃത്വം കൊടുത്ത ആരൊക്കെയാണ്? മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും ഡോക്ടർ സക്കീർ ഹുസൈനും MA അൻസാരിയുമാണ്. അലി സഹോദരന്മാരാണ് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. പിന്നെ ഡോക്ടർ സക്കീർ ഹുസൈനും MA അൻസാരിയും ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പോയിന്റ്സ് അല്ലാതെ ഓർത്തിരിക്കേണ്ടതാണ്. സാരേ ജഹാംസെ അച്ഛ എന്ന് പറയുന്ന ഗാനം എഴുതിയത് ആരാ? ഉറുദു കവിയായിട്ടുള്ള മുഹമ്മദ് ഇക്ബാൽ ആണ്. സാരേ ജഹാംസെ അച്ഛ എന്ന് പറയുന്ന ഗാനം ഉറുദു കവിയായ മുഹമ്മദ് ഇക്ബാൽ രചിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഭാരത് മാതാ എന്ന ചിത്രം, ഭാരത് മാത എന്ന ചിത്രം ആരുടെയാണ്? അഭനീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ്. ഭാരത് മാത എന്ന ചിത്രം ആരുടെയാണ്? അഭനീന്ദ്രനാഥ ടാഗോറിൻ്റെയാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചതും ആര് തന്നെയാണ്? അഭനീന്ദ്രനാഥ ടാഗോറാണ്. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിട്ടുള്ളത്. എല്ലാ പോയിന്റുകളും പ്രീവിയസ് ആണ്. സാരേ ജഹാംസെ അച്ഛ ഉറുദു കവിയായ മുഹമ്മദ് ഇക്ബാലിൻ്റെയാണ്. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അഭനീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചതും അഭനീന്ദ്രനാഥ ടാഗോറാണ്. എവിടെയാണ്? കൽക്കത്തയിലാണ്. എന്നാൽ സതി എന്ന ചിത്രം ആരുടെയാണ്? നന്ദലാൽ ബോസിൻ്റെയാണ്. സതി എന്ന ചിത്രം നന്ദലാൽ ബോസിൻ്റെയാണ്. ഗ്രാമീണ ചെണ്ടക്കാരനും ആരുടെയാണ്? നന്ദലാൽ ബോസിൻ്റെ തന്നെയാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രവും നന്ദലാൽ ബോസിൻ്റെയാണ്. അത് 1938 ഹരിപ്പുര കോൺഗ്രസ് സമ്മേളനത്തിൽ അത് പ്രകാശനം ചെയ്തു, പ്രദർശിപ്പിച്ചു. ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന് പറയുന്ന ചിത്രം 1938 ഹരിപ്പുര സമ്മേളനത്തിലാണ് പ്രദർശിപ്പിക്കുന്നത്. എന്നിട്ട് അത് കോൺഗ്രസിൻ്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഏത്? ഗ്രാമീണ ചെണ്ടക്കാരൻ. എന്നാൽ ഗ്രാമീണ ജീവിതം ആ ചിത്രം വരച്ചത് ആരാ? അമൃത ഷേർഗിലാണ്. ഗ്രാമീണ ചെണ്ടക്കാരൻ നന്ദലാൽ ബോസിൻ്റെയും ഗ്രാമീണ ജീവിതം അമൃത ഷേർഗിലിൻ്റെയുമാണ്. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി കുറച്ച് കൃതികളും അത് എഴുത്തുകാരും അത് എഴുതിയിട്ടുള്ള ഭാഷയുമാണ്. പ്രീവിയസ് ആയിട്ട് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. എല്ലാ പോയിന്റും പഠിക്കണം, പലതും ഇതിലത്തെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഘോര ഗീതാഞ്ജലി, ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഘോര ഗീതാഞ്ജലി എഴുതിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ബംഗാളി ഭാഷയിലാണ്. ഘോര ഗീതാഞ്ജലി രവീന്ദ്രനാഥ ടാഗോർ ആണ്, ബംഗാളി ഭാഷയിലാണ്. ഇനി സേവാസദൻ ചോദിച്ചിട്ടുള്ളതാണ്. പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. പ്രേമാശ്രമവും ചോദിച്ചിട്ടുണ്ട്. സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ഇതൊക്കെ എഴുതിയത് ആരാ? പ്രേംചന്ദ് ആണ്. ഹിന്ദി ഭാഷയിലാണ്. ഇനി പാഞ്ചാലി ശബദം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് ഇതൊക്കെ എഴുതിയത് ആരാ? സുബ്രഹ്മണ്യ ഭാരതിയാണ്. തമിഴിലെ കൃതികളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഘോര ഗീതാഞ്ജലി ബംഗാളി ഭാഷയിലെ ടാഗോർ എഴുതിയിട്ടുള്ളതാണ്.
സേവാസദൻ, പ്രേമാശ്രമം, രംഗഭൂമി, ഗോദാൻ ഇതെല്ലാം ഹിന്ദി ഭാഷയിൽ പ്രേംചന്ദ് എഴുതിയിട്ടുള്ള കൃതികളാണ്. പാഞ്ചാലി ശപഥം, കളിപ്പാട്ട്, കണ്ണൻ പാട്ട്, കുയിൽപ്പാട്ട് ഇതൊക്കെ തമിഴിലെ സുബ്രഹ്മണ്യ ഭാരതി എഴുതിയിട്ടുള്ള കൃതികളാണ്. ഇനി ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ്. ഹയാത്ത് ഇ സാദി, ഹയാത്ത് ഇ ജവീദ് ഉറുദു ഭാഷയിൽ അൽതാഫ് ഹുസൈൻ ഹാലി എഴുതിയ കൃതികളാണ്. ഉറുദു ഭാഷയിലെ കൃതികളാണ് ഹയാത്ത് ഇ സാദിയും ഹയാത്ത് ഇ ജവീദും. അതിൻ്റെ എഴുത്തുകാരൻ ആരാ? അൽതാഫ് ഹുസൈൻ ഹാലിയാണ്. അൽതാഫ് ഹുസൈൻ ഹാലി. നിബന്ധമാല പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നിബന്ധമാല മറാത്തി ഭാഷയിലുള്ള കൃതിയാണ്. അപ്പം നിബന്ധമാല ഏത് ഭാഷയിലാണ് എഴുതിയിട്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. നിബന്ധമാല ഏത് ഭാഷയിലാണ്? മറാത്തി ഭാഷയാണ്. അതിൻ്റെ രചയിതാവ് ആരാണ്? വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ. അപ്പോൾ വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കറിൻ്റെ കൃതിയാണ്, മറാത്തി ഭാഷയിലുള്ള കൃതിയാണ് ഏത്? നിബന്ധമാല. ഇനി മലയാളത്തിലുള്ള കൃതികളാണ്, ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇത് ഓരോന്നും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ. ഇത് മലയാള ഭാഷയിലുള്ള കൃതികളാണ്. എഴുതിയിട്ടുള്ളത് ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോൾ നാരായണ മേനോന്റെ മലയാളത്തിലുള്ള കൃതികളാണ് എൻ്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ എന്നിവ. അപ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് വിഭജനവും അതേ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹവുമാണ്. അപ്പോൾ വിഭജനത്തെ പറ്റി നമ്മൾ ഓൾറെഡി മുന്നിട്ടുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ വിഭജനം, മൗണ്ട് ബാറ്റന്റെ കാര്യങ്ങളും, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഉണ്ടായിരുന്ന ബ്രിട്ടീഷ് രാജാവും അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഈ 2 പോയിന്റ് ഓർത്ത് വയ്ക്കുക. എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത്? ഇന്ത്യ വിഭജനവും അതേ തുടർന്നുണ്ടായിട്ടുള്ള അഭയാർത്ഥി പ്രവാഹവുമാണ്. അപ്പോൾ ഈ ഒരു കോട്ട് ഇത് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ ചോദിക്കാം, വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. പക്ഷേ ഏതു രൂപത്തിലുള്ള ഇന്ത്യയെയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക? നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിന്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിന്റെയും കൂമ്പാരമായിരിക്കും. ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, എന്താ ബ്രിട്ടീഷുകാരെ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഇന്ത്യ ആയിരിക്കും ഇവിടെ ഉപേക്ഷിച്ച് പോവുക, അതിനെ പറ്റിയിട്ടാണ് ഇവിടെ വിവരിക്കുന്നത്. എന്താണ്? ചെളിയുടെയും അഴുക്കിന്റെയും ഒരു കൂമ്പാരമായിരിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി വിഭജനം. അപ്പോൾ ഇന്ത്യ വിഭജനത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും അത് പറയുന്നില്ല. ഈ ഒരു പോയിന്റ്സ് ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. വിഭജനം, ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് അതിനെ ആധാരമാക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ള സിനിമകൾ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ട്രെയിൻ ടു പാകിസ്ഥാൻ ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ. അപ്പോൾ അതുപോലെ തന്നെ ഇതും കൂടെ നോക്കാം. കുറേ സിനിമകളുണ്ട്. ഋത്വിക് ഘട്ടക്കിന്റെ മേഘേ ധാക്കധാര. ഏതാണ്? മേഘേ ധാക്കധാര ഋത്വിക് ഘട്ടക്കിന്റെയാണ്. ഇനി MS സത്യുവിന്റെ ഗരം ഹവ. MS സത്യുവിന്റെ ഗരം ഹവ. ഇനി ഗോവിന്ദ് നിഹലാനിയുടെ തമസ്. ഗോവിന്ദ് നിഹലാനിയുടെ തമസ് പമേല റൂക്സിന്റെ ആണ്. ഏത്? ട്രെയിൻ ടു പാകിസ്ഥാൻ. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ട്രെയിൻ ടു പാകിസ്ഥാൻ ആരുടെ? പമേല റൂക്സിന്റെ ആണ്. ഇതൊക്കെ വിഭജന കാലത്തെ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിട്ടുള്ള സിനിമകളാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർത്തിരിക്കുക. ഇനി അതേപോലെ തന്നെ ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞിട്ടുള്ള വാക്കുകളാണിത്. അപ്പോൾ ഗാന്ധിജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നെഹ്റുവിന്റെ വാക്കുകളാണിത്. ഇനി ഇന്ത്യയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള അഹിംസാത്മക സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധിജി 1948 ജനുവരി 30 ഡൽഹിയിലെ പ്രാർത്ഥനായോഗ സ്ഥലത്ത് വെച്ച് നാഥൂറാം വിനായക് ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ചു. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളകളുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. അപ്പോൾ ഗാന്ധിജി മരിച്ചതും പിന്നെ അതിനെ പറ്റി നെഹ്റു പറഞ്ഞ വാക്കുകളും ഓർത്തിരിക്കുക. ഇനി എന്താണ്? ഇനി നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. അപ്പോൾ ഇന്ത്യ വിഭജനത്തെ, അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട മറ്റൊരു പ്രശ്നമാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത്. അതായത് ഈ സ്വാതന്ത്ര്യം ലഭിച്ചതോടെ നാട്ടുരാജ്യങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ തുടരാനോ അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനോ ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു പ്രശ്നം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അത് വലിയൊരു വിഷയമായിരുന്നു. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്
സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ ഈ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? VP മേനോനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, VP മേനോനാണ്. ഇനി അതേപോലെ തന്നെ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനായിട്ട് രൂപം കൊണ്ടിട്ടുള്ളതാണ് ഏത്? സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള മലയാളി ആരാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിനായിട്ട് രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് VP മേനോൻ. ഇനി ഈ VP മേനോനും പട്ടേലും കൂടിയിട്ട് എന്ത് തയ്യാറാക്കാണ്? ഒരു ലയന കരാർ തയ്യാറാക്കാണ്. അതിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അത്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്ന് ഒരു ലയന കരാർ തയ്യാറാക്കി. അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. ഏതാണ്? അതനുസരിച്ച് പ്രതിരോധം, വിദേശകാര്യം, വാർത്താവിനിമയം എന്നിവയുടെ നിയന്ത്രണം നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറണം. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ട വകുപ്പുകൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? പ്രതിരോധവും വിദേശകാര്യവും വാർത്താവിനിമയവുമാണ്. അപ്പോൾ ലയന കരാറിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? പട്ടേലും VP മേനോനുമാണ്. അപ്പോൾ നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി പട്ടേലും അതിലുണ്ടായിരുന്ന മലയാളി VP മേനോനാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ടുള്ള മലയാളി VP മേനോനുമാണ്. അപ്പോൾ VP മേനോനെ പറ്റിയിട്ട് പ്രീവിയസ് ആയിട്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു വയ്ക്കുക. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിച്ചത്. 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് ജനിച്ചത്. സ്കൂൾ ജീവിതത്തിന് ശേഷം വിവിധ മേഖലകളിൽ ജോലി നോക്കി. പിന്നീട് ഡൽഹി സെക്രട്ടേറിയറ്റിൽ ഒരു ക്ലർക്കായി ജോലി നേടി. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരുന്നതിനാൽ അദ്ദേഹത്തെ ഗവൺമെന്റ് നിരവധി ചുമതലകൾ ഏൽപ്പിച്ചു. സർദാർ പട്ടേലും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് പാലക്കാട് ജില്ലയിലാണ് ജനിച്ചിട്ടുള്ളത്. 1894 ഇനി ഡൽഹി സെക്രട്ടേറിയറ്റിലെ ക്ലർക്കായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ഓർത്തിരിക്കുക, 1952 ഒറീസയിൽ ഗവർണറായി. ഇമ്പോർട്ടൻ്റ് ആണ്. ഒറീസയിൽ ഗവർണറായിട്ടുള്ള വർഷം 1952. ഇനി അതേപോലെ അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളാണ്. ഏതൊക്കെയാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്. ഈ ഗ്രന്ഥങ്ങളുടെ കർത്താവ് കൂടിയാണ് ആര്? VP മേനോൻ. ഇനി ഇതിൽ ഇന്ത്യൻ യൂണിയനോട് ചേരാനായിട്ട് വിസമ്മതിച്ച കുറച്ച് നാട്ടുരാജ്യങ്ങളുണ്ട്. ലയനക്കരാർ പ്രകാരം കുറേ നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. പക്ഷെ ലയനക്കരാറിൽ ഒപ്പുവെക്കാത്തതും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതുമായിട്ടുള്ള നാട്ടുരാജ്യങ്ങളാണ് ഏതൊക്കെ? ജുനഗഡ്. ഓക്കെ, ജുനഗഡ്. അതേപോലെ തന്നെ ഹൈദരാബാദ്, പിന്നെ അതേപോലെ കാശ്മീർ. ഇതൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനായിട്ട് വിസമ്മതിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ ജുനഗഡിനെ പിന്നീട് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് ജനഹിത പരിശോധനയിലൂടെയാണ്. ജനഹിത പരിശോധനയിലൂടെ ഇന്ത്യൻ യൂണിയനിലേക്ക് 1948 ഫെബ്രുവരിയിൽ ലയിപ്പിച്ചു. അതേപോലെ തന്നെ കാശ്മീരിനെ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരാതൊക്കെ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. രാജാ ഹരിസിംഗ് ആണ്. രാജാ ഹരിസിംഗ് 1947 1947. അപ്പോൾ കാശ്മീരിനെ ലയിപ്പിക്കാനുള്ളതിൽ ഒപ്പുവെച്ചത് രാജാ ഹരിസിംഗ്. ജുനഗഡിനെ ലയിപ്പിച്ചത് എങ്ങനെയാണ്? ജനഹിത പരിശോധനയിലൂടെയാണ്. ഇനി ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത് അറിയപ്പെടുന്നത് എന്താ? ഓപ്പറേഷൻ പോളോ. ഓക്കെ, ഓപ്പറേഷൻ പോളോയിലൂടെയാണ്. ഇനി ഹൈദരാബാദിലെ ഭരണാധികാരികളുടെ സ്ഥാനപ്പേര് ചോദിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലെ ഭരണാധികാരികൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നൈസാം എന്നാണ്. ഇനി ഈ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു കേട്ടോ ഹൈദരാബാദ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും വലിയ നാട്ടുരാജ്യമായിരുന്നു ഇത്? ഹൈദരാബാദ്. ഇനി അതേപോലെ ഇത് പ്രീവിയസ് ആയി ചോദിച്ചിട്ടാണ്. ഫ്രാൻസിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം ഓർത്തിരിക്കുക, 1984. പോർച്ചുഗലിനെ ആണെങ്കിൽ 1961. പോർച്ചുഗൽ എന്ന് പറയുന്ന രാജ്യം, അതിൻ്റെ അധിനിവേശ പ്രദേശമാണ് ഏത്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹിയാനം. ഓക്കെ, അപ്പോൾ അതായത് ഫ്രാൻസിൻ്റെ അധിനിവേശ പ്രദേശമായിരുന്നു ഇതെല്ലാം. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷമാണ് 1954 കേട്ടോ.
ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശമായിരുന്ന പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം എന്നിവരെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത്. അതുപോലെ പോർച്ചുഗലിന്റെ അധിനിവേശ പ്രദേശമായിരുന്ന ഗോവ, ദാമൻ, ദിയു ഇതിനൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത് 1961 ഗോവ, ദാമൻ, ദിയുവിനൊക്കെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ടത് എപ്പോഴാണ്? 1961 ഇതെല്ലാം ആരുടെ കീഴിലാണ് ഉണ്ടായിരുന്നത്? പോർച്ചുഗലിന്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ പോണ്ടിച്ചേരി, കാരക്കലും, മാഹി, യാനും ഒക്കെ ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങളും ആയിരുന്നു. ഓക്കെ, ഇനി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണമാണ് അടുത്ത് വരുന്നത്. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ, ഭാഷാടിസ്ഥാനത്തിലെ സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം. അപ്പോൾ ഭാഷാടിസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കാനുള്ള തീരുമാനിച്ച ആ കോൺഗ്രസ് സമ്മേളനം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. 1920 നാഗ്പൂർ സമ്മേളനമാണ്. 1920 നാഗ്പൂർ സമ്മേളനമാണ്. അങ്ങനെ തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ഒരു തെലുങ്ക് മാത്രം സംസാരിക്കുന്നവർക്കായിട്ട് ഒരു ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായിട്ട് നിരാഹാരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറഞ്ഞ് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. 58 ദിവസം അത് നീണ്ടു നിന്നു. അതിനെ പറ്റി മരിക്കുകയും ചെയ്തു. പോറ്റി ശ്രീരാമലു ഈ നിരാഹാരത്തിൽ മരിക്കുകയും ചെയ്തു. അങ്ങനെ ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ചത്, തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം 1953 1953 അങ്ങനെ ഒരു സംസ്ഥാനം രൂപീകരിച്ചത്. ഇനി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത് 1953 എന്നാൽ ഈ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956 ഓക്കെ. അപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളുടെ രൂപീകരണം ഈ ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം നാഗ്പൂരിലെ 1920 സമ്മേളനമാണ്. ഇനി തെലുങ്ക് സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആന്ധ്ര എന്ന് പറയുന്ന ഒരു സംസ്ഥാനം വേണം എന്ന് പറഞ്ഞ് നിരാഹാരം അനുഷ്ഠിച്ച് മരിച്ച വ്യക്തിയാണ് പോറ്റി ശ്രീരാമലു. 58 ദിവസം നിരാഹാരം കിടന്നു. അങ്ങനെ ആന്ധ്ര സംസ്ഥാനം 1953 രൂപീകരിച്ചു. ഇനി ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953. ഇനി സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 1956. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളെ പറ്റി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ്? ഫസൽ അലി, എച്ച്.എൻ. ഗുൻസ്രു, K.M. പണിക്കരാണ്. ഈ 3 പേരുമാണ് ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ അധ്യക്ഷൻ ഫസൽ അലി ആയിരുന്നു. അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഫസൽ അലി ആയിരുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ആരൊക്കെയാണ്? എച്ച്.എൻ. ഗുൻസ്രുവും K.M. പണിക്കരുമാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയത് നമ്മൾ പറഞ്ഞു 1956. അതിൻ്റെ ഫലമായിട്ട് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും യൂണിയൻ ടെറിട്ടറീസും നിലവിൽ വന്നു. 14 സംസ്ഥാനങ്ങളും 6 യൂണിയൻ ടെറിട്ടറീസും നിലവിൽ വന്നു. ഇനി തെലങ്കാന സംസ്ഥാനം രൂപീകരിച്ചത് എന്നാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തെലങ്കാന സംസ്ഥാനം നിലവിൽ വന്നത് 2014 ജൂൺ 2. തെലങ്കാന സംസ്ഥാനം 2014 ജൂൺ 2 നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പുനഃസംഘടനാ നിയമം വഴി സ്റ്റാർട്ടിങ് എത്ര സ്റ്റേറ്റുകളും എത്ര യൂണിയൻ ടെറിട്ടറീസും നിലവിൽ വന്നത്? 14 സ്റ്റേറ്റും 6 യൂണിയൻ ടെറിട്ടറീസുമാണ്. ഓക്കെ, ഇനി നമുക്ക് ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള പുരോഗതിയെ പറ്റിയിട്ടാണ്. കുറച്ച് ടെക്സ്റ്റിൽ പറഞ്ഞ പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതുമാണ്. എന്താണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിൻ്റെയും ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ്റെയും രൂപീകരണത്തിൽ പങ്കുവച്ചിട്ടുള്ള അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാ? ഹോമി ജെ ഭാഭയാണ്. അപ്പോൾ ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചും ഇന്ത്യൻ ആണവോർജ കമ്മീഷനും ഒക്കെ നിലവിൽ വന്നിട്ടുള്ളത്. ഹോമി ജെ ഭാഭ. ഓക്കെ, ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തിലാണ്. ഇനി അറ്റോമിക് എനർജി കമ്മീഷൻ നിലവിൽ വന്നത് 1948 ആണവോർജ വകുപ്പ് നിലവിൽ വന്നത് 1954 ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അറ്റോമിക് എനർജി കമ്മീഷൻ 1948 ആണവോർജ വകുപ്പ് 1954 ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ദേശീയ ബഹിരാകാശ സമിതിയും ദേശീയ ബഹിരാകാശ സംഘടന, അതായത് ISRO ആണ് ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന. അതായത് ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നത് 1962 സംഘടന നിലവിൽ വന്നത് 1969 1969 അപ്പോൾ ഇതാരാ? വിക്രം സാരാഭായിയാണ് ഇതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത്.
ഇനി ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? തുമ്പ, തിരുവനന്തപുരത്തെ തുമ്പയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. ഇനി ആദ്യമായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാ? ആര്യഭട്ടയാണ്, 1975. ആര്യഭട്ട 1975. നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി, നാഷണൽ റിമോട്ട് സെൻസിങ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദാണ് കേട്ടോ. നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ഹൈദരാബാദിലാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി എവിടെ? അഹമ്മദാബാദിലുമാണ്. ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി അഹമ്മദാബാദിലുമാണ്. ഇനി APJ അബ്ദുൽ കലാമിനെ പറ്റിയിട്ട്, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ മിസൈൽ സാങ്കേതിക വിദ്യ പരിപോഷിപ്പിക്കുന്നതിൽ വിദഗ്ധനായിരുന്നു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. 11ാമത്തെ രാഷ്ട്രപതിയാണ്. അതേപോലെ തന്നെ SLV-3 PSLV ഉപഗ്രഹ വിക്ഷേപണ വാഹിനികളായിട്ടുള്ള SLV-3യും PSLVയും വികസിപ്പിച്ചത് ആരാ? APJ അബ്ദുൽ കലാമാണ്. SLV-3 PSLV വികസിപ്പിച്ചത് APJ അബ്ദുൽ കലാമാണ്. ഇനി വിദ്യാഭ്യാസം. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ഡോക്ടർ DS കോത്താരിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ DS കോത്താരിയാണ്. അപ്പോൾ ഇനി കുറച്ച് വിദ്യാഭ്യാസ കമ്മീഷനുകളാണ് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുണ്ട്. വർഷം ഇതെന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ 1948. ഇതും അതിൻ്റെ കൂടെ പറ്റിയാൽ പഠിച്ചിരിക്കണം. സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമായിരുന്നു അതിൻ്റെ ലക്ഷ്യം. രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാശാല പഠനം, രാധാകൃഷ്ണൻ കമ്മീഷൻ സർവകലാശാല പഠനം. അപ്പം അതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയായിരുന്നു? തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുക, സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ രൂപീകരിക്കണം, UGC. അങ്ങനെ UGC നിലവിൽ വന്നത് 1953 കേട്ടോ. UGC രൂപീകരിച്ചത് 1953. അപ്പോൾ ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷന്റെ ലക്ഷ്യം സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതിൻ്റെ ശുപാർശകളാണ് സ്ത്രീ വിദ്യാഭ്യാസം, UGC, പിന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇതേപോലെയുള്ളതാണ് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ. ഇതൊക്കെ പ്രീവിയസ് ആണ്. വർഷം ചോദിച്ചിട്ടുണ്ട്. 1952 സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള പഠനം. സർവകലാശാല പഠനമായിരുന്നു രാധാകൃഷ്ണന്റെ. ലക്ഷ്മണസ്വാമി ഏതാ? സെക്കൻഡറി വിദ്യാഭ്യാസം. അതുപോലെ DS കോത്താരി ആണെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം, വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃക. അപ്പൊ DS കോത്താരി വർഷം പഠിക്കുക 1964. 1964. ഇനി ലക്ഷ്മണസ്വാമി മുതലിയാർ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ത്രിഭാഷാ പദ്ധതി ഇത് ആരുടെ ശുപാർശയായിരുന്നു? ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷന്റെ ശുപാർശയായിരുന്നു. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം. ഇനി സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ രൂപീകരിക്കണം. വിവിധോദ്ദേശീയ സ്കൂളുകൾ സ്ഥാപിക്കണം. അധ്യാപക പരിശീലന സമിതി രൂപീകരിക്കണം. അപ്പൊ ഇതിൽ മെയിനായിട്ട് ഇത് രണ്ടും ഓർത്തിരിക്കുക. ത്രിഭാഷാ പദ്ധതിയും സെക്കൻഡറി തലത്തിലെ വിദ്യാഭ്യാസ കമ്മീഷന്റെ രൂപീകരണം. ഇനി DS കോത്താരിയിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റാണ് ഇത്. 10+2+3 മാതൃക. 10+2+3 മാതൃകയിലെ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. ഇനി മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം. ഇനി 1986 എന്ത്? ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നത്. ഒരു ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത് 1986. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? പ്രാഥമിക വിദ്യാഭ്യാസത്തിനും തുടർ വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകണം. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളിലെ ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഏത് പ്രകാരം? ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രകാരമുള്ളതാണ്. എന്ത്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി. ഇനി അതേപോലെ ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കണം. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ. അതേപോലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം. അപ്പോൾ ഇവിടെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഓർത്തിരിക്കുക. നവോദയ വിദ്യാലയങ്ങൾ ഇതൊക്കെ എന്താ? 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകളാണ്. ഇനി മൗലാന അബ്ദുൽ കലാം ആസാദ്
പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഇനി ഇത് അദ്ദേഹത്തിന്റെ ജന്മദിനമായിട്ടുള്ള നവംബർ 11, പ്രീവിയസ് ക്വസ്റ്റ്യൻ, നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിന? മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ്. ഡേറ്റ് എന്നാണ്? നവംബർ 11. ഇനി ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥമാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെയാണെന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെയാണ്. ഇനി ടെക്സ്റ്റിലുള്ള ഈ പോയിന്റ് കൂടെ പഠിക്കുക. കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, അതേപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ എന്നിവ സംയോജിപ്പിച്ചിട്ടാണ് 2018 മുതൽ സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത്. അപ്പൊ സമഗ്ര ശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞാൽ അതിൽ ഏതൊക്കെയുണ്ട്? സർവശിക്ഷാ അഭിയാനും രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനും. ഇതിനെ രണ്ടും കൂടെ മെർജ് ചെയ്തിട്ടാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ നടപ്പിലാക്കിയത് 2018. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഏത്? ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാ? ഹണ്ടർ കമ്മീഷൻ ആണ്. അതേപോലെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം നമ്മൾ പഠിച്ചു, 1953 ആണ്. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകൻ ആരാ? പ്രീവിയസ് ക്വസ്റ്റ്യൻ ജസ്റ്റ് എടുത്തുന്നേ ഉള്ളൂ. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകനാണ് ആര്? ടാഗോർ. വിശ്വഭാരതി സർവകലാശാലയുടെ സ്ഥാപകനാണ് ടാഗോർ. ഓക്കെ, ഇനി സാംസ്കാരിക നേട്ടങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള സാംസ്കാരിക നേട്ടങ്ങൾ എന്താണ്? അപ്പൊ ഇതിൽ നിങ്ങൾ ഇത് ഓർത്തിരിക്കുക. സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതിന്റെ എല്ലാം ആസ്ഥാനം എവിടെയാണ് വരുന്നത്? ന്യൂഡൽഹിയാണ്. ചോദിച്ചിട്ടുണ്ട് ഇതിൽ പലതും. അപ്പൊ സംഗീത നാടക അക്കാദമി, ലളിതകലാ അക്കാദമി, സാഹിത്യ അക്കാദമി, നാഷണൽ, ഇതൊക്കെ നാഷണൽ ലളിതകല, നാഷണൽ ആണ് കേട്ടോ, ദേശീയ തലത്തിലുള്ളതാണ്. അതുപോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഇതിന്റെ എല്ലാം ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഈ പ്രവർത്തനങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരെണ്ണം ഇതിലത്തെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. സംഗീത അക്കാദമി എന്ന് പറഞ്ഞാൽ ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് ഇത് മുൻപ് അറിയപ്പെട്ടിരുന്നത്. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക്. അപ്പോൾ ഇതിന്റെ പേര് പഠിച്ചിരിക്കുക, ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക്. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. ലളിതകലാ അക്കാദമി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് ലക്ഷ്യം. ഇനി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യം. സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് പറഞ്ഞാൽ സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായിട്ടുള്ളതാണ്. സംഗീത നാടക അക്കാദമിയുടെ കീഴിലാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്താറുണ്ട്. ഇനി നാഷണൽ ബുക്ക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇനി ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. എന്താണ്? വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് ഓർത്തിരിക്കുക. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്, ന്യൂഡൽഹിയാണ് ആസ്ഥാനം. രൂപീകരിച്ച വർഷം ഓർത്തിരിക്കുക, 1979 ആണ്. 1979. ഓക്കെ, ഇനി വിദേശ നയമാണ്. ഇന്ത്യയുടെ വിദേശ നയം ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത് എന്ന് പറഞ്ഞത് ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗമാണിത്. 1947 ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസംഗത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളാണ് തന്നിട്ടുള്ളത്. എന്താണ്? സാമ്രാജ്യത്തോടും സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ വന്ന ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനാണ്. സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയുടെ വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ, ഇതൊക്കെയാണ് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ. ഈ പോയിന്റ് എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി
പഞ്ചശീല തത്വങ്ങളാണ്. അപ്പോൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്, വർഷവും ചോദിച്ചിട്ടുണ്ട്. എന്നാണ്? 1954 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അപ്പോൾ പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയും ചൈനയുമായിട്ടാണ്. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായുമാണ് സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചത്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. വർഷം 1954. ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും ചൈനയും. ഇന്ത്യയിൽ നിന്ന് ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ചൗ എൻ ലായും തമ്മിലാണ് ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത്. രണ്ടുപേരാണ് ഇതിൽ ഒപ്പിട്ടിട്ടുള്ളത്. ഇനി ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീലമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം അതുതന്നെയായിരുന്നു. അപ്പോൾ അവയാണ് താഴെ പറയുന്നത് കേട്ടോ. അപ്പോൾ പഞ്ചശീല തത്വങ്ങളുടെ കാര്യങ്ങളാണ് താഴെ പറയുന്നത്. ഇത് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഈ എല്ലാ പോയിന്റും പഠിച്ചിരിക്കുക. എന്താണ് അതിൽ പറയുന്നത്? രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. പരസ്പരം ആക്രമിക്കാതിരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. പരസ്പരം ആക്രമിക്കാതിരിക്കുക. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക. ഇതൊക്കെയാണ് പഞ്ചശീല തത്വങ്ങളിൽ പറയുന്നത്. അപ്പോൾ ഈ എല്ലാ പോയിന്റും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ എന്നുള്ളത് പറയാനുള്ളത്. അപ്പോൾ ആ ടെക്സ്റ്റിൽ നിന്നുള്ള പോയിന്റ്സ് മാത്രമേ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെയാണ് PSC ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ എല്ലാ പോയിന്റുകളും പഠിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യ ചരിത്രം കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 1 ഷോട്ട് വീഡിയോ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.